പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമാണ്. സൂര്യനെ കൈതൊടാൻ ഗോപുരം തേടിയും പാതിരാ തിങ്കളിൻ തൂമുഖം നോക്കിയും കൂട്ടിലിരുന്നു മോഹിച്ച ചെറുകിളി കൂട് തുറന്നു പാറുന്ന നേരം 100 കരങ്ങൾ നീട്ടുന്നു പരിമളമാസം. അരികത്തായി മോഹാരാമം അതിരില്ലാതെ ആകാശം ഉയരും ചിറകിൽ നിറയും നല്ലോ അളവില്ലാതെ ആവേശം. മിന്നാരങ്ങൾ മിന്നും പോലെ ഏതേതോ പൊന്നും നാളം കണ്ണിനുള്ളിൽ മിന്നി മീനാരത്തിൻ കാണാക്കൊമ്പിൽ വെൺമേഘ പെണ്ണിനൊപ്പം ഊഞ്ഞാലാടി തങ്ങി താഴെയെത്തും നേരം കാതിൽ ഏതോ വീണാനാദം പോലെ ആരോ ആരോ മെല്ലെ ഓതി നിന്റെ റാണി മായാലോകം. സൂര്യനെ കൈതൊടാൻ ഗോപുരം തേടിയും പാതിരാ തിങ്കളിൻ തൂമുഖം നോക്കിയും
പോലെ ഏറെ ചന്തം തോന്നും നാടിന്നോരോ കോണും തണ്ടേതാക്കി. സൂര്യനെ കൈതൊടാ ഗോപുരം തേടിയും പാതിരാ തിങ്കളിൻ തൂമുഖം നോക്കിയും കൂട്ടിലിരുന്നു മോഹിച്ച ചെറുകിളി കൂട് തുറന്നു പാറുന്ന നേരം 100 കരങ്ങൾ നീട്ടുന്നു പരിമളമാസം. ഓ അരികത്തായി മോഹാരാമം അതിരില്ലാതെ ആകാശം ഉയരും ചിറകിൽ നിറയും നല്ലോ അളവില്ലാതെ ആവേശം. ദൈവമേ രക്ഷിക്കണേ. Excuse me. Excuse me. Yes. My name is Manu Verma. I got an appointment letter from this office. Can you please tell me whom should I meet? മലയാളിയാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. വാവ്, ഇതിലും ഇംഗ്ലീഷ് ആണല്ലോ. എന്തിനാ വന്നത്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റ്. സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. സാർ പ്ലീസ് കം. എന്താ വിളിച്ചേ? സാറേന്നോ? അതെ, സാറേന്ന്. ഇനിയിപ്പോ അക്ഷരമല്ലോ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സാറേന്ന് തന്നെയാണ് വിളിച്ചത്. പ്ലീസ് കം സാർ, വരൂ വരൂ വരൂ. സാറ് ഏതുവരെ പഠിച്ച്? അത് പിന്നെ ഞാൻ ഈ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര വലിയ ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള കാരണം? ആരാ ഈ പുതിയ കക്ഷി? പുതിയ അപ്പോയിന്റ്മെന്റാ? യുവർ ഗുഡ് നെയിം? മനു വർമ്മ. ഓ, മലയാളിയാണല്ലേ? അല്ല, പഞ്ചാബി. ഇവൻ ആരടാ? ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായാളാ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ല, ഡിസ്റ്റിങ്ഷൻ. അത്രയ്ക്ക് സത്യസന്ധനൊന്നും ആവണ്ട. ആര് ചോദിച്ചാലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. നമുക്ക് ഇച്ചിരി ഗമയൊക്കെ ഇരിക്കട്ടെ. അല്ലല്ല, ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മേളിലാ ഡിസ്റ്റിങ്ഷൻ. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായോ? പുതുതായിട്ട് തുടങ്ങിയതായിരിക്കും. ഞാൻ 82 ബാച്ചാ. എഞ്ചിനീയറിംഗിനോ? അല്ല, 8ാം ക്ലാസ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, നമ്മ മറ്റേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കോ? ഏത് പോസ്റ്റ്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ടാ വിളിച്ചിരിക്കുന്നത്. സാർ വരൂ, സാർ വരൂ, വരൂ വരൂ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാവം. എല്ലാവരും എന്തിനാ എന്നെങ്ങനെ നോക്കുന്നേ? അത് അസൂയ കൊണ്ടാ. ഇത് അസൂയ കൊണ്ടുള്ള നോട്ടമല്ല, ഒരു തരം സഹതാപം കലർന്ന നോട്ട. മുംബൈയിലൊക്കെ അസൂയോടെ നോക്കുന്നത് ഇങ്ങനെയാ. അല്ല, ഇവർക്ക് എന്തിനാ എന്നോട് അസൂയ? പിന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യം എന്താ? അല്ല, അത് പുതുതായി വന്നൊരു പയ്യൻ അവരുടെയൊക്കെ ബോസിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആകാന്ന് വെച്ചാ അവർക്ക് സഹിക്കുവോ? ഏതാനും മണിക്കൂറും കൂടെ കഴിഞ്ഞ പിന്നെ സാർ ആരാ? എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ തന്നെ പറ. ഈ കമ്പനിയുടെ സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് വെച്ച സിഎംഒയുടെ സ്വന്തം ആള്. അപ്പൊ പിന്നെ ഈ കാണുന്നവരൊക്കെ സാറിന്റെ കീഴിലാ. സമാധാനായി. ജോലി തീരെ മോശമാവോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനൊന്നും ചിന്തിക്കല്ലേ. പദവിയിലല്ല, അധ്വാനം, അതിലാണ് കാര്യം. അങ്ങനെയുള്ളവർക്ക് ഈ കമ്പനിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതെ. ഇതുപോലൊരു കമ്പനി തന്നെ ആദ്യം ജോലി കിട്ടുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. ആദ്യത്തെ ഒരു കൊല്ലം പ്രൊബേഷണറി പീരീഡ് അത്രേ. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആക്കി ഒരുക്കല്ലേ. അതിന് യാതൊരു ഉറപ്പില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, കഠിനമായ അധ്വാനം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. എന്തെല്ലാം പീഡനങ്ങൾ ഉണ്ടായാലും സാറ് പതറരുത്. പീഡനോ? അല്ല, അത് പിന്നെ ഈ പീഡനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾ.
എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സാർ പിടിച്ചു നിൽക്കണം. എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിരിക്കണം. അതൊന്നും ഒരു പ്രശ്നമല്ല അണ്ണ. ആ. എത്ര കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചേക്കും. ഈ ജോലി എനിക്ക് അത്രയ്ക്ക് ആവശ്യം. കൊള്ളാം. സാറിനെ പോലൊരു പോരാളിയെയാണ് ഞാൻ കാത്തിരുന്നത്. എന്താ എന്തു പറ്റി? അല്ലണ്ണ, കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു. ചെറുതായിട്ട് സംസാരത്തിൽ എവിടേക്കോ ഒരു അപകട സൂചന. അച്ഛ അതൊക്കെ സാറിന്റെ വെറും തോന്നല. ടെൻഷൻ ഉണ്ടല്ലേ? സത്യം പറഞ്ഞ നല്ല ടെൻഷനില ഞാനിവിടെ വന്നത്. ആ. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി. ഞാനൊരു നാട്ടുമ്പുറത്താ ജനിച്ചു വളർന്നത്. പഠിച്ചതൊരു ലോക്കൽ ഇംഗ്ലീഷ് മീഡിയത്തിലും. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്പം പ്രശ്നം. എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സംസാരിക്കുമ്പോഴൊരു ഫ്ലുവൻസി ഉണ്ടല്ലോ, അത് കുറച്ച് പ്രശ്ന. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാവരും മലയാളികള്. ഇപ്പഴൊരു സമാധാനായത്. ഐ ആം സോറി മിസ്റ്റർ മനു, യു മിസ്റ്റേക്കൺ. നോ 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 നോ, യു മിസ്റ്റേക്കൺ എന്നല്ല, യു ആർ മിസ്റ്റേക്കൺ എന്നാണ് പറയേണ്ടത്. ഇതാണ് ഈ അഹങ്കാരം കൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത്. ഗ്രാമർ തെറ്റുമെന്ന് പേടിച്ച് വാതുറന്നൊന്നും പറയത്തൂല്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറ്റം കണ്ടുപിടിച്ച് കളിയാക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യും. കൺട്രി ഓഫ് ഫെലോസ്. കൺട്രി ഓഫ് ഫെലോസ് എന്നല്ല, കൺട്രി ഫെലോസ്. അതിനിടയിൽ ഓഫ് വേണ്ട. ഞാൻ ഓഫ് ഇടും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫ് എടുക്കുകയും ചെയ്യും. അത് എന്റെ സൗകര്യമാണ്. സോറി അണ്ണാ, ഞാൻ ഇംഗ്ലീഷിനോട് താല്പര്യം കൊണ്ട് നശിച്ചു പോണ്ടെന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാഷാ സ്നേഹികളായ ചില മലയാളികൾ നടത്തുന്നുണ്ട്. ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ 6 മാസത്തെ സമയമേ അനുവദിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ ഇംപ്രൂവ് ചെയ്യാത്തവരെ ഇവിടുന്ന് അപ്പ തന്നെ പാക്ക് ചെയ്യും. എന്റെ ബോസ് എങ്ങനെയാ? മലയാളിയാ? പുള്ളി മലയാളിയാ. പക്ഷെ പഠിച്ചതും വളർന്നതും എല്ലാം ഓസ്ട്രേലിയയിലായതുകൊണ്ട് വാ തുറന്നു കഴിഞ്ഞാൽ ചറപറ ഇംഗ്ലീഷ് വരും. ഒരുവിധം എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ലേ? അത് കുഴപ്പമില്ല. ഇടയ്ക്ക് തലയിങ്ങനെ വെട്ടിച്ച് പിടിച്ചു നിൽക്കാം. Ali, യെസ്. she's here. എന്റെ അമ്മ! ഗുഡ് മോർണിംഗ് മാഡം. സോറി മാഡം. പ്രിയ എസ് നായർ, CMO. CMO. ആരാ? എന്താണ്? ഓടോ അവന്റെ ഒരണ്ണൻ. അയ്യോ നോ, തുറക്കല്ലേ. അയ്യോ Ali, what is this? മാഡം, ചായ. What? കാല് തട്ടി എല്ലാം കയ്യിന്ന് പോയി. Nelta naki kudiga nanda pattiyo. Do I look like a dog to you? All of you just stupid idiots, good for nothing donkeys. Why can't you use a little bit of common sense? Why do you repeat your mistakes over and over again? Just get out, out. ഈ പ്രാർത്ഥനകൾ എന്നും എന്റെ കൂടെ Stop ഉണ്ടാവണം. bullshitting, go. താങ്ക് യു, Out. താങ്ക് യു. God. കാല. എനിക്ക് കാലിനായിട്ട് വന്നിട്ട് എന്നെ കാലാന്നോ? അയ്യോ അതല്ല, കാലെ തട്ടി അകത്തേക്ക് എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ morning, Ali. വന്നിരിക്കുകയല്ലേ. ഗുഡ് മോർണിംഗ് കാല. അയ്യോ സോറി സാർ. മാഡം എത്തിയോ? പിന്നെ കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു, നല്ല ബേഷായിട്ട് കിട്ടുകയും ചെയ്തു. രാവിലെ നല്ല ഊർജം കിട്ടിയ പോലെ തോന്നുന്നു. എന്തായിരുന്നു ഇന്നത്തെ പ്രശ്നം? ഓ, അത് പിന്നെ കറക്റ്റ് ആയിട്ട് ഓരോ കാരണങ്ങൾ വന്ന് കേറിക്കോളുമല്ലോ. Who is this guy? മാഡത്തിന്റെ പുതിയ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റാ. ആള് വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. അപ്പോ ആ സാറേ, ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ നാഗരാജ റെഡ്ഡി വിളിച്ചിരുന്നു. ഏത് നാഗരാജ റെഡ്ഡി? ഏതോ ഒരു നാഗരാജ റെഡ്ഡി. തങ്കരിക്കും ഒന്ന് വന്നേ. ഈ നാഗരാജ റെഡ്ഡി വാ, പുള്ളി എന്തിനു റെഡ്ഡിയാന്ന് താൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വരുന്നതിന് മുമ്പ് പേടിപ്പിച്ച് വിടണ്ടല്ലോ നോർത്താ. ഒരാഴ്ചയെങ്കിലും തികച്ചു നിന്നാ മതി. അയ്യോ അറം പറ്റുന്ന ഒന്നും പറയല്ലേ സാറേ.
Yeah, right. I know that. Uh-huh. But Mr. Arun, I've discussed these issues with you so many times. മേ ഐ കം ഇൻ മാഡം? And am I responsible for all these problems? ഓ താങ്ക് യു. Then why can't you understand my position? I'm already so stressed out. Look, Arun, my employees are already driving me crazy and I cannot handle this pressure. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് One second. Who asked you to come inside? അത് പിന്നെ മാഡം രണ്ടുപേരിലോണ്ട് അകത്തേക്ക് വിളിച്ചില്ലേ, അപ്പൊ ഞാൻ I said 2 minutes, not come in. Clear out. സോറി മാഡം. Yeah? സോറി, ഐ എം യു വൈ ഹം ലിവിംഗ്. ആയിക്കോളൂ ആയിക്കോട്ടെ, എടുത്തോളൂ. Hello? Hello? Shit. Hey, you! Come back inside. Oh. Sit down. Mm. Here? ഇവിടെ അല്ലേ? ഓക്കെ. Why are you here? അതിപ്പോ എന്താ വെച്ചാല് ഐ ഗോട്ട് ആൻ അപ്പോയിന്റ്മെന്റ്. കാക്കണേ. Oh, so you're my new assistant. യെസ് മാഡം. You're a computer engineer? യെസ് മാഡം. Then why this job? You passed out in 2004. യെസ് മാഡം. ഇതിനു മുമ്പ് എവിടെയായിരുന്നു ജോലി? ഞാൻ ആദ്യമായിട്ടാണ് ജോലിക്ക് അപേക്ഷിക്കുന്നത്. Oh, that's strange. 2004 എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവുക, 8 വർഷത്തോളം you've not done any job, and finally you ended up in an executive assistant job? What happened? വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പറ്റിയതാ. What? Prarara? What the hell is this? Get out! You sit down! Oof! Ali, I asked you to get out. Thank you, madam. Out! Oh. Yeah, tell me. സോറി, വീട്ടിലെ പ്രാരാബ്ദം മീൻസ് ഫാമിലി പ്രോബ്ലം. Okay, മനസ്സിലായി. So, you're ready to do any job? യെസ് മാഡം. Good. Look, ഇതൊരു പ്രൈവറ്റ് ഫേം ആണ്, and your future completely depends on your performance. നിങ്ങൾ നന്നായി പെർഫോം ചെയ്താൽ you can stay, or else you'll get fired. Am I clear? ഓക്കെ മാഡം. Okay. നിങ്ങളുടെ ജോലി എന്താണെന്ന് മിസ്റ്റർ അലി പറഞ്ഞുതരും. ഓക്കെ? 10 മണിക്ക് വന്ന് 5 മണിക്ക് പോകാനത് സർക്കാർ സ്ഥാപനമൊന്നുമല്ല. കക്കൂസി പോകാൻ സമയം കിട്ടിയാൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. പേടിക്കണ്ട, അത് ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. ഇവിടുത്തെ ടൈമിംഗ് ജോലിക്കനുസരിച്ചാ. ജോലി തീർന്നാ വീട്ടിൽ പോവാം. അത് കൊള്ളാം. അപ്പൊ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ജോലി തീർന്ന അപ്പൊ വീട്ടിൽ പോവാല്ലേ? താമസിച്ച് വരാതിരിക്കാനും നേരത്തെ പോകാതിരിക്കാനും ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ. ഇവിടെ ഈ ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അതേ കിടക്കുന്നു. ജോലിക്ക് കയറിയില്ല, അതിനു മുമ്പ് ലീവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനൊരു വാക്ക് ആദ്യ വർഷം ഇവിടെ ജോലിക്ക് കയറുന്നവര് കേട്ടിട്ടേ ഇല്ല. 1 വർഷത്തേക്കപ്പോ ഒരു ലീവും കിട്ടില്ലേ? എന്നല്ല, കിട്ടിയ ഭാഗ്യം. അതും ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. അല്ല, ശമ്പളം എത്ര ഉണ്ട്? 10,000 രൂപ. എവിടാ താമസം? ഇവിടെ ഇന്ദിരാനഗറില്. അതൊരു പോഷ് കോളനി അല്ലേ? അവിടെ ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ടാ താമസിക്കുന്നത്. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാരോ? ആ, വീടിന്റെ ആധാരം. എന്തിന്? മുംബൈയിൽ ആദ്യമായിട്ടാണോ? ഞാൻ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടാ. ഈ സെറ്റപ്പിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ 1 മാസം കഞ്ഞു കുടിച്ചു പോകാൻ കുറഞ്ഞത് ഒരു 25,000 രൂപയെങ്കിലും വേണം. വെറും കഞ്ഞു കുടിക്കാൻ 25,000 രൂപയോ? അങ്ങനല്ല, അത് ഞാൻ അതിശോക്തി പറഞ്ഞതായിരിക്കും. എന്റെ പൊന്നണ്ണ, അതിശോക്തി പറച്ചലൊന്ന് നിർത്തി ശരിക്കുള്ള കാര്യം ഒന്ന് പറ. എന്താണ് എന്റെ പണി? ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എന്താണ് നിന്റെ പണിയെന്ന് നിനക്കറിയണം അല്ലേ?
സഹായം വേണോ മനു? ആ സ്നേഹേ. മനു ഇവിടെ ജോയിൻ ചെയ്തിട്ടിപ്പോ 1 മാസായി അല്ലേ? ആ അറിയില്ല. പക്ഷേ എനിക്കറിയാം, ഇന്ന് 1 മാസം തികയും. ഓ, 1 മാസം കടന്നു പോയത് പോലും അറിഞ്ഞില്ല. നാട്ടിലായിരുന്നപ്പോ ഒരു ദിവസം കടന്നു പോകുന്നത് എത്ര വിഷമിച്ചിട്ടാന്നറിയോ? നാട്ടിലെന്തായിരുന്നു മനുവിന് ജോലി? നാട്ടില് അച്ഛനെ സഹായിച്ചു നടക്കലായിരുന്നു. അച്ഛനെന്തായിരുന്നു ജോലി? വെറുതെ നടക്കല. നാട്ടില് പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് ട്രെയിൻ കയറിയത് സ്നേഹ. ഓ, വന്നിട്ട് ഇന്ന് മനുന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടത്. അല്ലെങ്കിൽ രാവിലെ മുതൽ ഓടണ ഓട്ടോ അല്ലേ? അത് പിന്നെ മാഡം ടൂർ പോയതുകൊണ്ടാ. വൈകിട്ട് ആളെങ്ങെത്തും. ഓ, ആ പിശാചിന്റെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്താണ് രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്? ഞങ്ങള് മാഡത്തിന്റെ കാര്യം പറയായിരുന്നു. ഓ എന്റെ സ്നേഹയെ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാ. പിശാസിന്റെ കാര്യം ഓർപ്പിക്കല്ലേ. ബാക്കിയുള്ളവൻ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് ഇവിടെ നടന്നോട്ടെ. അതെ, ഇന്ന് ശമ്പളം അക്കൗണ്ട് വരുന്ന ദിവസമാണ്. ചെലവുണ്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം. പക്ഷേ ആദ്യത്തെ ശമ്പളത്തിന് മാത്രമേ ഈ സന്തോഷം കാണത്തുള്ളൂ. അതെന്താ? പിന്നീട് ശമ്പളം കിട്ടുമ്പോ ദുഃഖായിരിക്കോ? കുറച്ചും കൂടെ കൂട്ടി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ഏ? ഗുഡ് ഈവനിങ്. What? You still haven't finished this? പിന്നെ നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? Yesterday I worked till 10:30, madam. And today I came early in the morning and started the work തുടങ്ങി, madam. Yeah, that's exactly what I'm asking you. Why haven't you finished this? This work is very heavy and I need more time. Heavy. This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടക്ക് ലൂസ് ടോക്കിന് പോരുത്. ഞാൻ പറയുന്ന ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ I'll make sure that you get fired. Do you understand that? Okay, now I want to see this job done and send it to me via email within 1 hour. That's the only time you get. Okay? Okay, madam. ഇമോഷൻ വരുമ്പോ ലൂസ് മോഷൻ വന്ന മാതിരി ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. എന്താ എന്തു പറഞ്ഞ? 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ചത്ത് കിടന്ന് പണിയെടുത്താലും ഒരു നല്ല വാക്ക് ആ ഡാഷ്മോളുടെ വായിന്ന് വരില്ല. നീ ഇങ്ങനെ ദോഷം കൊള്ളാതെ സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടും? നേരെ ചൊവ്വന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയോ? കണ്ടവളന്മാരുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരുന്ന എന്റെ ഒരു വിധി. എടാ മോനെ, ഇത് നിന്റെ മാത്രം വിധിയല്ല. മറ്റുള്ളവരെ ഇന്ന് പണം വാങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും വിധിയാ. ആദ്യമായതുകൊണ്ട് നിനക്കൊരു വിഷമം. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അടങ്ങി ശീലമായിട്ട് പൊരുത്തപ്പെട്ട് പൊക്കോളും. ഇവിടെ ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് ഡിസംബർ 26. അതെന്താ? അല്ല, അന്നാണല്ലോ ഈ സുനാമിയൊക്കെ ഉണ്ടായത്. ഒറ്റ കുത്തിന് കൊന്നിട്ടല്ലോ. ഒന്ന് നിന്നേ. എടാ നീ എന്നെ കണ്ടുപിടിക്കേ. ഇങ്ങോട്ട് നോക്കിയേ. എന്നെ ആ പിശാച് വിളിക്കുമ്പോ ഈ റിയാക്ഷനിൽ അങ്ങോട്ട് ചെല്ലും. കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും. തിരികെ പോരും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും. അത്രേ ഉള്ളൂ. അല്ല, പ്രിയ മാഡം ബുലാ രഹി ഹൈ. ശുക്രിയ. എന്റെ നമ്പരായി. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഹലോ അമ്മ, ഇത് ഞാനാ. എന്താ മോനെ ഈ സമയത്ത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ നിന്നാ. എന്താ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മ, അമ്മയ്ക്ക് തോന്നണതാ. നീ എന്തിനാടാ അമ്മയോട് നുണ പറയുന്നത്? നിന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നാ ഈ അമ്മയ്ക്ക് മനസ്സിലാവും. എന്താ മോന്റെ വിഷമം? ഈ അമ്മയോട് പറയടാ. ഒന്നുമില്ലമ്മ, ഇന്ന് ഓഫീസില് കുറച്ച് തിരക്ക് കുറവായിരുന്നേ. അങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചപ്പോ അമ്മയെ വിളിക്കണം തോന്നി. വിളിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതൊന്നും സാരമില്ല മോനെ. എന്തു വന്നാലും നീ പിടിച്ചു നിൽക്കണം. എന്തു വന്നാലും ഞാൻ സഹിക്കും അമ്മേ. ഈ ജോലി എന്റെ കച്ചത്തുരുമ്പല്ലേ. ശരി അമ്മേ, എന്നാ പിന്നെ ഞാൻ രാത്രി കണ്ട് വിളിക്കാട്ടോ. ശരി മോനെ. എന്തായിപ്പോ? നീ ആരാന്നാണ് നിന്റെ വിചാരം? അവളുടെ സൂട്ടും ഇംഗ്ലീഷും. നീ മലപ്പുറത്തൊന്നും ചോദിക്കണേ അലിയാരാണെന്ന്. നിന്റെ സൂട്ടെല്ലാം കൂടെ പൊറോട്ട വലിച്ചിരുന്ന വലിച്ചു കേട്ട് വളിച്ച ചിക്കൻ കറി ഒഴിച്ച് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കടി. നീ ആരാണ്? നീ ചാവൂട്ടിന്റെ നിന്റെ ഒന്നുകളെ ഞാൻ.
എന്ത് പറ്റി? അങ്ങനെ ആദ്യമായിട്ട് അവൾ എന്റെ തള്ളയ്ക്കും വിളിച്ച്. എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? അകത്ത് പറഞ്ഞൊന്നും ഇവിടെ കേട്ടില്ലേ? പറഞ്ഞത് മുഴുവൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റാ. എന്തു പറ്റി സ്നേഹ? ഞാൻ കാരണം അവനെ വെറുതെ ചീത്ത കേട്ടു. അതൊന്നുമല്ല, ഞാൻ എന്റെ ജോലി തീർക്കാത്തോണ്ട് വഴക്ക് പറഞ്ഞല്ലേ. അല്ല, ഞാൻ ഇവിടെ വന്ന് മനോനോട് സംസാരിച്ചത് കൊണ്ടല്ലേ മാഡം മനോനെ വഴക്ക് പറഞ്ഞു. അല്ല, അതിനല്ല വഴക്ക് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാഡം വന്ന് വഴക്ക് പറയും. മാഡം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരയല്ലേ സ്നേഹ, പൊക്കോളൂ. അവൾക്ക് എന്നോട് അസൂയ. ആർക്ക്? ആ പ്രിയക്കേ. ഞാൻ ഏത് ആണുങ്ങളായി സംസാരിച്ചാലും അവക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കാരണം ഒരാൾ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? സ്നേഹ കരയുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി, വൃത്തിയേട്ടവനെ. മനു, മനുവിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? പൊയ്ക്കോളൂ. ഇവരെന്താ ഇങ്ങനെ? പ്രേമം പേടിക്കണ്ട, കംപ്ലീറ്റ് അഭിനയ. നല്ല 1ാം തരം കറവക്കാരിയാവള്. കറവക്കാരിയോ? ആ, പ്രേമം അഭിനയിച്ച് ആദ്യം നമുക്ക് കാപ്പി, ചായ, ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും. ഈ പശുവിന് പുല്ലും വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കല്ലേ, അതുപോലെ. അത് കഴിയുമ്പം അവള് കറവ് തുടങ്ങും. സ്വർണ്ണമോതിരം, ഡ്രസ്സ്, വീട്ടു സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മോ കംപ്ലീറ്റ് അവള് കറന്നുകൊണ്ട് പോകും. അത്രയ്ക്ക് കുഴപ്പാ? എന്ന് പറയാൻ പറ്റില്ല. വലയിൽ വീഴുന്നൊരു വിചാരിക്കും ഇപ്പം നടക്കുമെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല. അണ്ണനിതെങ്ങനെ അറിയാ? അത് ശരി, ചെറുത പെട്ടായിരുന്നല്ലേ. കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ? എന്നിട്ടും മനസ്സിലായില്ല. ലോണുകൾ എടുത്ത് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പടാപ്പാട് പെട്ടോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ സ്ത്രീയോട് ദേഷ്യമില്ലേ? ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ സഹതാപ. 2 സഹോദരിമാരുണ്ട്. അവരെ കെട്ടിച്ചോടാനുള്ള പരാക്രമങ്ങളാ പാവം കാണിക്കുന്നത്. എല്ലാരും ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങളാ കാണിക്കുന്നത്. നമ്മൾ പുറമേന്ന് കാണുന്ന പോലെ അല്ല പലരും. ഒരാളൊഴിച്ച്. ആര്? പ്രിയ എസ് നായർ. അയ്യോ, എന്റെ ജോലി തീർന്നില്ല. ഇതാ നിന്റെ കുഴപ്പം. എടാ, ഇത്ര ആത്മാർത്ഥ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ ഞായറാഴ്ച അല്ലേ? നിനക്ക് പ്രാരാബ്ദവും കുടുംബമൊന്നും ഇല്ലല്ലോ. നാളെ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഉണ്ടാക്കിയാൽ മതി. നോക്കിയ ഇതുപോലെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഭൂതം. നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ചെലവിന്റെ കാര്യമൊക്കെ മറന്നോ? അതെ, എന്റെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല. ചെറുതായിട്ട് വലുതുമാണെങ്കിൽ ഞാൻ നോക്കാം. അതിന് നീ അല്ല ചെലവ് ചെയ്യുന്നത്, ഞാനാണ് ചെലവ് ചെയ്യുന്നത്. ഇത്ര നാളായിട്ട് നീ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ച് എന്ത് പറയാനും? നീ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? പുറത്തുപോയി ജോലി ചെയ്തിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. എനിക്ക് ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ വലിയ താല്പര്യമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ, മ്യൂസിക്, ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബർഗർ, ഹോട്ട് ഡോഗ്, ജ്യൂസ്, കോൺഫ്ലെക്സ്. നമ്മുടെ ഈ ഭക്ഷണ രീതി ഒന്നും ശരിയല്ല. പൂരിയും കിഴങ്ങും ചോറും. എന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, എന്തത്, സുഖിയൻ. എനിക്ക് കാണുന്ന ദേഷ്യം. അപ്പൊ ഒരു കുട്ടി സാഹിബ് ആവാനാണ് നിന്റെ പ്ലാൻ? എന്നല്ല, അവരുടെ ചില കാര്യങ്ങളൊക്കെ എനിക്കിഷ്ട. എനിക്കും ഇഷ്ടാ. ഒരു കാര്യം ഒഴിച്ച്, ഈ കടലാസ് കൊണ്ട് തൂക്കുന്നൊരു പരിപാടിയില്ലേ, എന്തൊരു വൃത്തികെട്ട ഏർപ്പാടത്. അതാണ് ഏറ്റവും വൃത്തിയുള്ള രീതി എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. ഫ്ലാറ്റ് ഒരു ദിവസം വെള്ളം തീർന്നപ്പോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. നമുക്കത് ശരിയാവില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മെട്രോ ക്ലബ്. ഈ മുംബൈയിലെ ഒരു പോഷ് ക്ലബ്ബാ. ആർക്ക് ചെലവേണമെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. ഇവിടെയൊക്കെ നല്ല പൈസയാവില്ലേ? നമ്മുടെ കമ്പനിയായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ റേറ്റാ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഇങ്ങോട്ടിരിക്കും. ഓഫീസിൽ നിന്ന് എല്ലാവരും ഇവിടെ വരും. നമ്മുടെ പിശാശും മാത്യസാറും ഒക്കെ എല്ലാ ശനിയാഴ്ചയും വരും. നമ്മളെ പോലുള്ള അപ്പാവികള് ശമ്പളം കിട്ടുന്ന ആഴ്ച മാത്രം ഒന്ന് വരും. എങ്ങനെയുണ്ട്? ബെസ്റ്റാ. ചില സിനിമയിലൊക്കെ കാണാന്നല്ലാതെ ഇതൊക്കെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് 2 എണ്ണം അടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും പോകും. കയ്യിൽ നിന്ന് കുറച്ച് കാശും പോവും. എന്നാലും വേണ്ടില്ല,
ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ലൈഫ്. മാത്യു സാർ വരുന്നു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ. രണ്ടാളും വീശു തുടങ്ങിയോ? ഇല്ല, തുടങ്ങാൻ പോകുന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മനു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രിയയുടെ കയ്യിൽ 1 മാസം തികച്ചില്ലേ, അതൊരു ചെറിയ കാര്യമല്ല അല്ലടോ? ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് മാഡം? കുഴപ്പമില്ല സർ. ആദ്യമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്. എനിവേ ഇവരാ മാഡം എത്തിയില്ലേ? ഇല്ല, ഇന്നലെ ടൂർ കഴിഞ്ഞ് വന്ന പിന്നെ ആൾ അത്ര നല്ല മൂഡിലല്ല. അതാ അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ നഷ്ടപ്പെട്ടതിന്റെ ആയിരിക്കും. ഏതാണ് സർ? RVGയോ? യെസ്. അയ്യോ, അത് ഓക്കെ ആയിരുന്നാണല്ലോ. അത് പുള്ളിക്കാരിയുടെ അവകാശം അതല്ലായിരുന്നു. ആ ഓർഡർ മോറിഷ്യസ് കമ്പനിക്കാണ് കിട്ടിയത്. എനിഹൗ യു ക്യാരി ഓൺ, എൻജോയ് യുവർ സെൽഫ്. താങ്ക് യു സർ. थैंक यू सर. आपको क्या चाहिए सर? मुझे एक बिग ब्रांड. ओके. तेरे को क्या चाहिए? चाय. എനിക്ക് ഒരു ബിയർ. एक बियर. ओके. കഷ്ടായി പോയി. 20 കോടിയുടെ ഓർഡർ ആയിരുന്നു. ആ ഓർഡർ നഷ്ടപ്പെട്ടതിൽ നിനക്ക് ദുഃഖം, പക്ഷെ മാത്യു സാറിന് സന്തോഷമായി. അത് നീ ശ്രദ്ധിച്ചായിരുന്നോ? എടാ, അവര് തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. എന്ത് മത്സരം? മാഡം സെയിൽസ് വിങ്ങിന്റെ ഹെഡ്, മാത്യു സാർ ഓപ്പറേഷൻ വിങ്ങിന്റെ ഹെഡ്. ഇവരുടെ മുകളിൽ ഒരു CEO പോസ്റ്റ് ഉണ്ട്. ഒരു 3-4 മാസത്തിനുള്ളിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ പോസ്റ്റ് കയറിയിരിക്കും. അതിനുവേണ്ടിയുള്ള മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല, ഇവരിൽ ആർക്കാണ് സാധ്യത? സർവീസ് സീനിയോറിറ്റി മാത്യു സാറിനാ. നമ്മുടെ സ്റ്റാഫിനൊക്കെ അദ്ദേഹം CEO ആവണമെന്നാണ് ആഗ്രഹവും. ഒരു മനുഷ്യപ്പറ്റുള്ള ആളാണ് ഈ മാത്യു സാർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്? ആ പിശാശാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? CEO ആവാൻ കൂടുതൽ സാധ്യത ആ പിശാസിനാ. അല്ല, മാത്യു സാറിനല്ലേ സീനിയോറിറ്റി ശരിക്കും? ഇനി മുട്ടിച്ചേ. Cheers. സോറി, ഞാൻ ഒറ്റ വലിയ. ഇവിടെ സീനിയോറിറ്റിക്ക് ഒരു പ്രസക്തിയില്ല. ആ പ്രിയ പിശാസ് ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. 3-4 വർഷത്തെ ജോബ് കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവള് വന്ന പിന്നെയാണ് കമ്പനിക്ക് നല്ല ബിസിനസ് കിട്ടി തുടങ്ങിയത്. നല്ല ബിസിനസ് ഉണ്ടെങ്കിലേ കമ്പനി വളരൂ. അപ്പൊ പിന്നെ കമ്പനിക്ക് ആരോടായിരിക്കും താല്പര്യം? മാഡത്തിനോട്. പാവം മാത്യു സാറ്. ഈ മാത്യു സാറ് ആള് മോശമൊന്നുമല്ല. സാറും ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അമേരിക്കൻ ഓർഡർ മാത്യു സാറിന് ഒരു തുറുപ്പിച്ചിട്ടായിരിക്കും. നീ നോക്കൂ. क्या चाहिए सर? ओके सर. ഈ മാഡം കേരളത്തിലെവിടെയാ? തിരുവനന്തപുരം ഭാഗത്ത് എവിടെയാ? ഹൈസ്കൂൾ വരെ കേരളത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് ഓസ്ട്രേലിയക്ക് പോയത്. No, it's not crowded. എന്താ? എന്തൊരു ആയുസ് പിശാചു വരുന്നു. You dancing today? It totally depends on my mood. ഗുഡ് ഈവനിങ് മാം. Hey, there's a nice couch there. Come, let's sit there. ആ ബിയർ വേണേ ഒന്ന് സിപ്പ് ചെയ്തു. ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. അവനെ നമ്മുടെ ബോസ് അല്ലേ? എന്ത് ബോസ്? ഇതിനൊന്നും ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. തന്നെയല്ല, ഇനി നീ എന്ത് ചെയ്താലും ഈ പിശാചിനെ പ്രീതിപ്പെടുത്താന്ന് വിചാരിക്കുകയും വേണ്ട. കൂടെയുള്ള പെണ്ണേതാ? ജ്യോതി എന്നോ മറ്റോ ആണ് പേര്. കൂടെ താമസിക്കുന്ന ഇവിടെ ഏതോ പരസ്യ കമ്പനി വർക്ക് ചെയ്യുന്നതാ. അവരും മലയാളിയാ? ഒരു മിനിറ്റ്. മലയാളിയാണോ? മലയാളിയാ. രണ്ടും പഴയ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. അവിടെ പലരും വന്നു പോകുന്നുണ്ട്. എടാ, വലിയ വലിയ കമ്പനിയുടെ ഓർഡറുകളൊക്കെ എങ്ങനെ പിടിക്കുന്ന വിചാരം? ബിസിനസ് ടൂർ ആണെന്ന് പറഞ്ഞു ഇവിടുന്ന് പോകും. 2 ദിവസം കഴിയുമ്പോൾ ഓർഡറുമായിട്ട് വരും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? മാഡം അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? എന്റെ മോനെ, നിന്റെ ഈ പാവത്താ സ്വഭാവം ഒന്ന് മാറ്റണം. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. Good evening guys, welcome to the Metro Club. Let me introduce it's DJ Ubis and DJ Dia. Are you ready for the love tonight? ഇന്ന് ഞാൻ തകർന്നു. വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. അത് വേണം. പ്രശ്നമോ? എന്ത് പ്രശ്നം? നീ ഡാൻസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ നിനക്ക് കിട്ടാനുള്ളത് കിട്ടും. നീ ഒന്നേ Guys, join the dance floor and make some noise. Sing with dance. നെഞ്ചു വിളിക്കും തോന്നുന്നുണ്ട്. അയ്യോ, ഞാനങ്ങോട്ട് മാറിക്കട്ടോ.
Priya, Enda? call for you. Hold on a second, she's coming. Hello? Priya here? Can you do me a favor? I'm busy right now. Give me a call tomorrow morning during office time, okay? എന്തിനാ ജ്യോതി ഫോൺ ആൻസർ ചെയ്തത്? അരുണാന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ വിളിക്കുന്ന നമ്പർ നല്ല വിളിച്ചത്. എങ്കിലും ഓവർസീസ് കോൾ കണ്ടപ്പോ മനസ്സിലായില്ലേ? ഞാൻ കരുതി നിന്റെ പപ്പയായിരിക്കുന്നു. പപ്പ ഇങ്ങനെ പല രാജ്യത്തൊന്നും വിളിക്കാറുള്ളതല്ലേ. You don't even let me live in peace. അരുൺ നിന്നെ വിടാതെ വിടികൂടിയിരിക്കാണല്ലോ. നിനക്കങ്ങ് സൈൻ ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ എന്നെ വെച്ച് ആരും പണം ഉണ്ടാക്കണ്ട. പ്രിയ, ഇപ്പൊ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ സംഭവം മാറി. ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയ, അതല്ലേ നല്ലത്? Not for me. I am the most affected person with this divorce. ചെയ്യരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. എന്റെ വാക്കിന് ആരും ഒരു വില കൽപ്പിച്ചില്ല. പ്രിയ, ജ്യോതി പ്ലീസ്, let's keep this topic for now. അതെ, ഫ്ലാറ്റ്മേറ്റ്സ് എന്ന് പറഞ്ഞാ ഫ്ലാറ്റിലെ ജോലികളൊക്കെ ഒന്നിച്ച് ചെയ്യണം. സോറി മാൻ, ആ ഓർഡർ ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. ആ മാത്യു എബ്രഹാം ഉണ്ടല്ലോ, he's definitely going to make use of this opportunity. ഇനി നീ എന്ത് ചെയ്യും? You know what? Actually, I had a backup plan. ഈ ഓർഡറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ബാലൻസ് ചെയ്യാൻ ഞാൻ മറ്റൊരു കമ്പനിയുമായി പാരലായി സംസാരിക്കണ്ടായിരുന്നു. നീ എപ്പോഴും ചോദിക്കാറില്ലേ ഞാൻ എന്തിനാ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഫോർ എവർ കുത്തിയിരിക്കുന്നതെന്ന്? ഇറ്റ്സ് കോൾഡ് നെറ്റ്വർക്കിംഗ്. ഐ ഓൾവേസ് കീപ് മൈ റിലേഷൻഷിപ്സ് അലൈവ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോർപ്പറേറ്റ് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്. നിന്റെ ഒരു ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, എനിക്കൊന്നും ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ജീവിതമല്ല ഇത്. നിനക്കറിയാലോ എന്റെ പ്രോബ്ലംസ്. എനിവേ, എനിക്കിപ്പോ അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഹലോ പ്രിയ, യാ വെർ ആർ യു? ഓ, ഓഫീസിലോ? ഒരു കോപ്പി എന്റെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിലോട്ടും വായിച്ചോളൂ. ഓക്കെ, യാ താങ്ക്സ്, ബൈ. ആരായിരുന്നു? എന്റെ പുതിയ അസിസ്റ്റന്റാ. ദിസ് ഇസ് ക്രൂവൽ പ്രിയ. ഞായറാഴ്ചയും ജോലി ഏൽപ്പിക്കാന്ന് പറഞ്ഞ? അരെ, സൺഡേ ഒന്നും ജോലി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ടൈമിന് ജോലി തീരാത്തോണ്ട് സ്വന്തമായി ചെയ്യുന്നതാ. നിന്റെ അടുത്ത് ഒരു മാസം തികച്ചു നിൽക്കണമെങ്കിൽ ആള് മോശമാവാൻ വഴിയില്ല. ഒരു പാവം നാട്ടുമ്പുറത്തുകാരൻ, ബട്ട് ഹീസ് ഗുഡ്, ഹാർഡ് വർക്കിംഗ്. നീ കൊള്ളാന്ന് പറഞ്ഞെങ്കിൽ ആളൊരു പുലിയായിരിക്കണല്ലോ. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. എന്നിട്ട് എന്തിനാ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് കിടക്കുന്നേ? എനിക്കറിയില്ല. 6-7 വർഷം മുമ്പ് ഹീസ് ഫിനിഷ്ഡ് ഹിസ് എഞ്ചിനീയറിംഗ്. പക്ഷെ ഇപ്പോഴാ ജോലിക്ക് കയറുന്നത്. കഷ്ടം. ഐ തിങ്ക് ഹീസ് ഗോട്ട് സം ഫാമിലി പ്രോബ്ലംസ്. വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലൊന്നല്ലെന്നാ തോന്നുന്നത്. പാവം, അതിനോട് അല്പം മയത്തിന് പെരുമാറണം കേട്ടോ. സോറി. ആരോടൊക്കെ ഞാൻ സിമ്പതി കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ തലയിൽ കയറി ഇരുന്നിട്ടുണ്ട്, എസ്പെഷ്യലി മല്ലൂസ്. Yes, madam. 1 minute. I'm coming. Excuse me, madam. Yeah, we have a good news and a bad news. ഇന്നലെ നമ്മൾ അയച്ച ടെൻഡർ അപ്രൂവ് ചെയ്ത് ആ ഓർഡർ നമുക്ക് കിട്ടി. Congratulations, madam. And the bad news? You're fired. Eh? Madam? You're a great actor. But don't try to play with me. Madam, പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. Look, don't try to act too smart with me, okay? നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് കരുതരുത്. ഞാൻ എന്താ കരുതിയത്? ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്നോ? ഞാൻ എന്ത് പറ്റിച്ചു എന്നാ മാഡം പറയുന്നത്? Look, I don't need to waste my valuable time talking to you. Go find a job elsewhere. No, madam. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണം. It's my right. How dare you talk to me like that? You're trying to teach me about your right? You have absolutely no right in this office. Listen, I'm your boss and you're only my assistant. Madam, and I can fire you from this office at any time. Do you know how many people have got fired from this office? And they're all scared of me. എന്നോട് ഒരു ദിവസം അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. അതെവിടെ തന്നെ ആയാമേ. എന്നെ ജോലിയിൽ പിരിച്ചുവിടുന്ന എന്താ കാര്യം എനിക്കെന്താ അറിയണം. അല്ലാതെ ഞാൻ പോവില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്നെ നിങ്ങൾ അങ്ങനെ ഫൂളൊന്നും വിളിക്കാതിരിക്കണ്ട. എനിക്ക് എന്താണെന്ന് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. അണ്ണനൊന്നും മാറിക്കില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ബഹളമാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ വ്യക്തമാക്കുന്നു വേണ്ട. അങ്ങനെ മാറിക്കുന്നത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചുതരാം. 8 years of experience in this company to become the boss, and you're trying to become my boss? Freaking idiot! You loser! Shut up! ഞാൻ മാത്രമല്ല നിങ്ങൾ എടാ മനു, ഞാൻ പറയുന്ന കേക്ക്. ഇവിടുത്തെ മര്യാദയാണത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയാതെ പോലും എന്നോട് പിരിച്ചുകൂടാ. ഇവിടെ ആരെന്ന് അവളുടെ വിചാരം? എടാ നീ ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. ഇങ്ങനെ പോയ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തുള്ളൂ കേട്ടോ. നീ ഇപ്പം നിന്റെ മുറിയിലോട്ട് പോ.
കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്ന് ന്യൂട്രിൽ ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് വൈകിട്ട് ഞാനങ്ങ് വരാം. എടാ നീ ചെല്ലി, ഞാനില്ലേ ഇവിടെ. നീ അവരൊന്നും ചെയ്യരുത്, പറയരുത്, നമ്മുടെ കയ്യിൽ നിന്ന് പോവും. എന്റെ ബാഗ് എടുക്കണ്ടേ? മനു, നിന്നെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞ് നിന്നോട് റൂമിൽ ഇരിക്കാനല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിന്നെ പിരിച്ചുവിട്ടതിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ച്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ കമ്പനിക്ക് അയച്ചു കൊടുത്ത കൊട്ടേഷൻ നീ മുംബൈ കമ്പനിക്ക് ചോർത്തി കൊടുത്തെന്ന്. ഞാനോ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. മാഡം പറയുന്നത് നീ മുംബൈ കമ്പനിയുടെ ചാരനാണെന്നാ. സത്യത്തിൽ നീ ഒരു ചാരനാണോടാ? അണ്ണാന്ന് വിളിച്ച നാവോണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോ. സത്യമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ അത് എങ്ങനെ സംഭവിച്ചു? ആരണ്ണനോട് ഈ വിവരം പറഞ്ഞേ? സ്നേഹ. സ്നേഹ പറഞ്ഞത് വിശ്വസിക്കാമോ? രഹസ്യങ്ങൾ ചൂണ്ടാൻ അവളെ പോലെ കഴിവുള്ള ഒരു പെണ്ണ് നമ്മുടെ ഓഫീസിൽ വേറെ ഇല്ല. റഷ്യൻ ചാരസുന്ദരികളാക്കാൻ പിടിക്കുക അവള്. അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ചോർന്നിട്ടും ആ ഓർഡർ നമുക്ക് എങ്ങനെ കിട്ടി? അത് മാഡത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുണ്ട് മാഡം സ്വന്തമായിട്ട് വേറൊരു കൊട്ടേഷൻ അയച്ചു. ഈ സ്നേഹയോടൊരു സഹായം ആവശ്യപ്പെട്ട അവർ ചെയ്തു തരും. ചെയ്തു തരും, പക്ഷെ അവളതിന് പകരം എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. മനുവിന്റെ സംശയം ശരിയാ. കഴിഞ്ഞ സൺഡേ വൈകിട്ട് മനുവിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് 2 മെയില് പോയിട്ടുണ്ട്. ഒരെണ്ണം US കമ്പനിയുടെ ഇമെയിൽ ഐഡിയിലേക്ക്, അതിന്റെ ഒരു കോപ്പി മാഡത്തിന്റെ പേഴ്സണൽ മെയിൽ ഐഡിയിലേക്ക്, രണ്ടാമത്തേതൊരു സുഖ്ബീർ സിംഗിന്റെ ഇമെയിൽ ഐഡിയിലേക്ക്. ആദ്യത്തെ ഞാൻ അയച്ചതാ, പക്ഷെ രണ്ടാമത്തത് മറ്റാരോ അയച്ചിരിക്കുന്നതാ. ഇത് രണ്ടും അയച്ചിരിക്കുന്ന സമയമാണ് എനിക്കറിയേണ്ടത്. സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് വി ഷുഡ് ടോക്ക്. ഞാൻ മനുവിനെ സഹായിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഗുണം? മനു എന്നും നന്ദിയുള്ളവനായിരിക്കും. അയ്യോ, അത് താൻ വെച്ചോ. സ്നേഹ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു 25,000 രൂപ. 2 സമയം പറയാൻ 25,000 രൂപയോ? വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഉടനെ തിരിച്ചറിയാൻ സാധിക്കില്ല, കുറച്ച് സമയം എടുക്കും. ഇങ്ങനൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും. എപ്പോഴും ചാകാൻ കിടക്കുമ്പോഴും. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. ജോലി തിരിച്ചു കിട്ടിയ എങ്ങനെയും ഞാൻ തരാം. സമ്മതിച്ചു, എനിക്ക് തന്നെ വിശ്വാസം. ആദ്യത്തെ ഇമെയിൽ 7:10-നും രണ്ടാമത്തെ ഇമെയിൽ 7:30-ക്കുമാണ് പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞ ആരും എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ആ ദിവസം നീ മാത്രമല്ലേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ? സ്നേഹ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. പക്ഷെ അതിന് പൈസ ഇല്ല. നമ്മൾ ഓഫീസിൽ കയറുന്ന ഇറങ്ങുന്നതും നമ്മുടെ ഐഡന്റിറ്റി കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് എടുത്തു തരണം, പ്രത്യേകിച്ചും കഴിഞ്ഞ സൺഡേ. മനുവിന്റെ ഊഹം ശരിയായിരുന്നു. ഇതെന്തെങ്കിലും പ്രശ്നമായാലും നീ പടച്ചോന്ന് വിചാരിച്ച് ഈ സ്നേഹയുടെ പേര് പറയല്ലേ. പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കില്ല. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സ്നേഹ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പൊക്കോ. മനു, നീ ഇനി എന്താ ചെയ്യാൻ പോന്നെ? ആ പിശാശിന്റെ മുഖത്തേക്ക് പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് 2 എണ്ണം ഞാൻ പറയും. സ്വയം ബുദ്ധിരാക്ഷസി ചമഞ്ഞിരിക്കുന്ന അവൾക്ക് തെറ്റുപറ്റിയെന്ന് അറിയുമ്പോഴുള്ള അവളുടെ ആ മുഖം, അതെനിക്കൊന്ന് കാണണം. അതുകൊണ്ട് എന്താ ഗുണം? നിനക്ക് നിന്റെ ജോലി തിരിച്ചു കിട്ടുമോ? പിന്നല്ലാതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞില്ലേ? എടാ, നിന്നെ കഴിഞ്ഞ് സർവീസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാ, ഈ ബോസ് എന്ന് പറയുന്ന വർഗത്തിന്റെ ഈഗോ ഒരിക്കലും അവരുടെ തെറ്റംഗീകരിച്ച് തരില്ല. അതുകൊണ്ട് നിനക്ക് തിരിച്ച് ജോലി കയറണമെങ്കിൽ മാഡത്തിന് തെറ്റുപറ്റി എന്നുള്ള രീതിയിലല്ല കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. പിന്നെ Yes, please. Madam. Hey, who allowed you inside? How dare you come back in front of me? You're an absolute disappointment to this company. മേഡം എന്തെല്ലാം പറഞ്ഞാലും പഞ്ചപാവം നടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ കാര്യം പറയുക. നീ കേട്ടിട്ടില്ലേ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. Just get lost. ഞാൻ വന്നത് ബുദ്ധിമുട്ടായി, മാഡം ക്ഷമിക്കണം. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എനിക്കൊന്നും കേൾക്കണ്ട. Please get out of here. അത് മാഡം, കഴിഞ്ഞ ഞായറാഴ്ച
വൈകിട്ട് 7:10 US കമ്പനിക്ക് മാഡത്തിന് മെയിൽ അയച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് 7:15 ഞാൻ എന്റെ ID സ്വാപ്പ് ചെയ്ത് പുറത്തിറങ്ങിയതിന്റെ തെളിവ് നമ്മുടെ ഇലക്ട്രോണിക് അറ്റൻഡൻസ് ലോഗിലുണ്ട്. 7:30 മുംബൈ കമ്പനിയിലേക്ക് എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് മെയിൽ പോയിരിക്കുന്നത്. 7:23 ഓപ്പറേഷൻ വിങ്ങിലുള്ള വെങ്കിടി ഈ ഓഫീസിൽ കയറിയതിനും 7:32 അയാൾ തിരിച്ചറിഞ്ഞതിനുള്ള തെളിവ് അറ്റൻഡൻസ് രജിസ്റ്റർ ലോഗിലുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്റർ ലോഗിന്റെ കോപ്പി. സംഭവം ഏറ്റവും ഉറപ്പായ പിന്നെ മാഡത്തിന് ഒന്ന് പുകഴ്ത്തിയേക്കണം. മാഡത്തിന്റെ അസിസ്റ്റന്റ് ആവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ജോലിയിൽ ഉണ്ടാവേണ്ട കൃത്യനിഷ്ഠത, ആത്മാർത്ഥത ഇതെല്ലാം പഠിച്ചത് ഞാൻ മാഡത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ സത്യസന്ധമായിട്ടാണ് ഞാൻ എന്റെ ജോലി ചെയ്തിട്ടുള്ളത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചതിന് നന്ദിയുണ്ട്. ആദ്യമായിട്ട് അമ്മൂമ്മനെ തല്ലിക്കൊല്ലെ ഇവിടെ അച്ഛനുണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ഇവളുണ്ടായത്. പട്ടി തെറ്റി ചെറ്റ. ഓ, ചെറിയൊരു ആശ്വാസം. എന്തായി സംഗതി? ഏറ്റു മുട്ടി. എടാ, ആ പിശാശും മാത്യു സാറും തമ്മിൽ ഏറ്റുമുട്ടിയെന്ന്. മാത്യു സാറോ? അതിനെ വെങ്കിടിയില്ലാതെ ചെയ്തത്. എടാ, മാത്യു സാറിന്റെ സിങ്കിടിയാണ് ഈ വെങ്കിടി. അതുകൊണ്ട് മാത്യു സാറ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തെന്നാണ് മാഡം പറയുന്നത്. എന്തിന്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ വന്നത് ആ മാഡം പിശാസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. നിനക്കെന്താ സംഭവിച്ചത്? ഇപ്പൊ മാഡത്തിന് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അനുകമ്പ. ഇത് മതി. ഇതിലൂടെ ഞാൻ പിടിച്ച് കയറും. ഒരു ചെറിയ പ്രമോഷനുമായിട്ട് ഞാൻ വരൂ. അനുകമ്പയോ? ആ പിശാസിനോ? മിക്കവാറും. ഇന്ന് മുതൽ ഞാൻ മാഡത്തിന്റെ പെറ്റാണ്. വിഷ് മീ ലക്ക്. ഓൾ ദ ബെസ്റ്റ്. May I come in, madam? Oh, Mr. Manu, please come in. Please sit, Manu. Thank you. Actually, I'm so sorry for whatever I've said and done. മാഡം സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ സില്ലി തിങ്. ഞാനത് എപ്പോഴേ മറന്നു. Mr. Manu, what are you doing there? You buffoon! You are coming, madam. We are coming. ഞാനകത്തോട്ട് വന്നോട്ടെ മാഡം. Look, Mr. Manu, തൽക്കാലം ഞാൻ തന്നെ പിരിച്ചുവിടുന്നില്ല. പക്ഷേ മേലിൽ don't repeat this mistake. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മാഡം. Yes, it is your fault. നിന്റെ കയ്യിലുള്ള ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് സൂക്ഷിക്കൽ നിന്റെ കടമയാണ്. അതിന് പറ്റില്ലെങ്കിൽ ഈ ജോലിക്ക് നിൽക്കരുത്. ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഡോക്യുമെന്റ്സ് ഹാർഡ് കോപ്പി ആക്കി ഓഫീസ് ലോക്കറിൽ വേണം വെക്കാൻ. അതാണ് രീതി. You can't trust these network computers. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിനക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ? അതെങ്ങനെയാ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? Why do you bloody lazy fools come to work? Just to make some money? You won't be getting another chance. Did you understand? Okay, now go madam. back and do your work. Thank you, madam. Actually, just get out of here, man. ശ്രദ്ധിച്ചില്ല. My mistake. Sorry. നിന്നെ എന്റെ കൈ കിട്ടിയണ്ടല്ലോ, ഒരൊറ്റ ചവിട്ടിന് നിർത്തൂടി നിന്റെ മാറ്റടുത്ത ഇംഗ്ലീഷ്. മോളെ, ഒരു കോലുപോലത്തെ മുടി, കൊക്കുപോലത്തെ ചെരുപ്പും ഡ്രസ് ഇട്ട് ഒഴിക്കുന്ന മോളെ, ഞാൻ എലിയെ പോലെ ഇരിക്കാന്ന് കരുതണ്ട. ഞാൻ പുലിയടി മോളെ. ഞാൻ തെറി പറയാത്ത എന്റെ സംസ്കാരം കിട്ടൂടി. കിട്ടിയോ? എന്ത് പ്രമോഷൻ? എടാ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ. അവളെന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് കളിച്ച അവളെ ഞാൻ കുരിച്ചെടുത്ത് കൂമ്പിലിടിച്ച് ചവിട്ടുകൊണ്ടി തടിച്ചനെ പൊട്ടിച്ചന. പക്ഷെ ഈ ജോലി എനിക്ക് അത്യാവശ്യമായി പോയി. അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തന്നെ ഞാൻ അവളെ. എന്റെ ദൈവമേ, ഒരവസരം, ഒരു പണി അവക്ക് ഇട്ട് കൊടുക്കാൻ ഒരവസരം നീ തരില്ലേ? Please. Sir, why did you want to see me? Sit down. I'm sorry. വിസ നീട്ടിക്കിട്ടാനുള്ള പ്രിയയുടെ റിക്വസ്റ്റ് ഗവൺമെന്റ് റിജക്ട് ചെയ്തിരിക്കുന്നു. But sir, this is ridiculous. I have every right to get my visa extended.
യു ആർ റൈറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാവും? ദീസ് ആർ റൂൾസ്. ഈ ടെററിസം കാരണം ഗവൺമെന്റ് ഇമിഗ്രേഷൻ റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഐ ടോക്ക് ടു ദ കൺസേൺ പേഴ്സൺ. ഇനി 45 ദിവസം കൂടിയേ പ്രിയക്ക് ഇന്ത്യയിൽ നിൽക്കാനാവും. അയാൾ പറയുന്നത് പ്രിയ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിട്ട് റീഅപ്ലൈ ചെയ്യണമെന്നാണ്. ബട്ട് സർ, ഞാൻ തിരിച്ചുപോയി റീഅപ്ലൈ ചെയ്താൽ എന്ത് സമയം എടുക്കും? അതവര് കൃത്യമായിട്ട് പറയുന്നില്ല. 3 months, 6 months, maybe 1 year. പ്രിയ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. വി ലൈക്ക് ടു ഹാവ് യു ഹിയർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ഞങ്ങളത് ചെയ്തേനെ. ബട്ട് റൂൾസ് നമുക്കതനുസരിച്ചല്ലേ പറ്റൂ. എക്സ്ക്യൂസ് മീ സാർ. നോ, നോട്ട് നൗ. വി ആർ ഇൻ എ മീറ്റിംഗ്. ബട്ട് ഇറ്റ്സ് അർജന്റ് സാർ. മാഡം, നെസ്ലയുടെ HR സുനിത റാവത്ത് ലൈനിലുണ്ട്. Not now. ബട്ട് ഷീ സേസ് ഇറ്റ്സ് വെരി അർജന്റ്. One second, sir. നിനക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായോ? ആരത് ഇത്ര അടുത്തെന്ന് പറഞ്ഞ കോങ്ങണ്ണായി പോവും. മാഡാണോ? എന്താ പറഞ്ഞേ? എടോ, ഞാനിവിടെ എന്ത് പറയാൻ പോകുന്നു അത് നീ സപ്പോർട്ട് ചെയ്യണം. ഓക്കേ? എന്തിന്? എന്തിനാ ഏതിനൊന്നും ചോദിക്കണ്ട, കൂടെ അങ്ങ് നിന്നാ മതി. ഇല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. ആണോ? ഐ എം സോറി സർ, ഞങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു. ഇനി പറയാല്ലേ? ഇറ്റ്സ് ടൈം ടു ഡിസ്ക്ലോസ്. ടെൽ മീ, എന്താ കാര്യം? വി ആർ ഇൻ ലവ്. ഞങ്ങൾ ഉടനെ തന്നെ വിവാഹിതരാവുക. പക്ഷേ ഇയാൾക്കൊരു സന്തോഷമില്ലല്ലോ. അത് കല്യാണം കഴിഞ്ഞാലല്ലേ സന്തോഷം വരുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലവരും കയറി പാര വെച്ച് പൊളിച്ച് കേരള കോൺഗ്രസ് പൊളിച്ചു. ബട്ട് ഹീസ് യുവർ അസിസ്റ്റന്റ്. സർ, ഹീസ് എഡ്യൂക്കേറ്റഡ്, ഗുഡ് ലുക്കിംഗ് ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ്. ബട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് വെറും 3 മാസമല്ലേ ആയുള്ളൂ? നോ, 3.5 മാസം. 3.5 മാസം, 3.5 months ago. In such a short time? Sir, everything happened so fast. അല്ലേ? അതെ അതെ, എല്ലാം പെട്ടെന്നായിരുന്നേ. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. You know, he's my assistant. ഈ 24 മണിക്കൂറുള്ള ഇന്ററാക്ഷൻ. 24 മണിക്കൂറോ? I mean, almost. Some late night works. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്യുന്നത്. You know, ആ circumstances, ആ സാഹചര്യങ്ങൾ, you know. മനുഷ്യല്ലേ സാർ, അപ്പൊ അതിന്റെ ഒരു വല്ലാത്തൊരു അടുത്തുപോയി. അപ്പോൾ നിങ്ങൾ വിവാഹിതരാകും? അതെ സർ. Okay. Then I think your immigration problem is solved. Really? That's great news, sir. Wonderful. അപ്പൊ ഇനി താമസിപ്പിക്കണ്ട. Make it legal. Sure, sir. Sure. Lucky fellow. Thanks. All the best. Thank you, sir. Thank you. What? എന്താണിതല്ല മാഡം? എനിക്കൊന്നും മനസ്സിലാവണില്ല. It's simple. We're getting married. Married? I'm sorry. I can marry you. തനിക്ക് ജോലി വേണോ? വേണം. എങ്കിൽ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. മാഡം ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. എന്നെ കൊണ്ട് എന്തിനാ നാടൻ കളിപ്പിക്കുന്നേ? മനു, you sit down. മാഡം, മൂട്ടിൽ തീയിട്ട് എന്നിട്ട് ഇരിക്കാൻ പറയരുത്. അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഓക്കെ, ഇതൊരു നാടകം തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ. കാരണം ഇതെന്റെ പ്രൊമോഷൻ എഫക്ട് ചെയ്യുന്ന മാറ്റർ ആണ്. മാഡം, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അറിഞ്ഞ? ആരറിയാൻ? നമ്മൾ രണ്ടുപേരും പോയി ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുന്നു. 1-2 മാസത്തിന് ശേഷം ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. That's the end of it. ആരും അറിയാൻ പോകുന്നില്ല. But madam, I am a virgin. Oh God, you're so shameless. Get out, you idiot. കൊടുകൈ, കൺഗ്രാറ്റുലേഷൻസ്. കാലക്കേടാ. ചെലവുണ്ട് മോനെ. എല്ലാരും അറിഞ്ഞു അല്ലേ? അറിഞ്ഞോന്നോ? നിങ്ങളുടെ ഹണിമൂൺ എവിടെ വെച്ച് വേണോന്ന് വരെ ഓഫീസിലുള്ളവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യാന്നല്ലേ ആ പിശാച് പറഞ്ഞിരിക്കുന്നത്. നീ മിടുക്കനാണെങ്കിൽ അതിനുള്ളിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് നടത്താൻ നോക്കടാ. ചുമ്മാ ഇരുന്നേ. ചൂടാവാതനിയാ. നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. വാടു. നമ്മുടെ മാത്യു സാറിനെ നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വിട്ട തന്നെ. അയാളുടെ അടുത്തേക്ക് ഞാൻ വരില്ല. എന്റെ ജോലി കളയാൻ നോക്കിയ ആളല്ലേ. എടാ, ശത്രുവിന്റെ ശത്രു മിത്രോ എന്നല്ലേ പറയുന്നത്.
മാത്രമല്ല ഈ മാത്യു സാറുമായിട്ടുള്ള ബന്ധമാണ് നിന്റെ ഭാവിക്ക് നല്ലത്. നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിനക്ക് ജോലി കിട്ടേണ്ടത് ഓപ്പറേഷൻസിലാണ്, അതായത് മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ. നിനക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നീ മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെങ്കിലും കയറി പറ്റണം. എടാ, നിനക്കറിയാവോ, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരെല്ലാം ഈ മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാ. അപ്പോ എങ്ങനെയെങ്കിലും മാത്യു സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ കയറി പറ്റണം. അതിന് നീ 2 കടമ്പകൾ കിടക്കണം. 1, മാത്യു സാറിന്റെ ഗുഡ് ബുക്കിൽ കയറി പറ്റണം. 2, നീ ഒരു ബി ലെവൽ ജീവനക്കാരനാണ്. ബി ലെവൽ ജീവനക്കാരനാ? അത് ശരി. നീ ഇപ്പൊ സി ലെവൽ ജീവനക്കാരനാണ്. അതായത് നമ്മൾ ഈ ട്രെയിനി എന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഈ ലെവലിലുള്ളവർക്ക് ഒരു ആനുകൂല്യങ്ങളും ഉണ്ടാവില്ല. അവരെ എപ്പോ വേണമെങ്കിലും വിത്തൗട്ട് നോട്ടീസ് പിരിച്ചുവിടാം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാനും പറ്റില്ല. പക്ഷെ നീ ഒരു ബി ലെവൽ ജീവനക്കാരനായാൽ നിനക്ക് ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. പിന്നെ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുകയും ചെയ്യാം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നീയൊന്നും ചെയ്യണ്ട. ചെയ്യേണ്ടത് മേഡമാ. മേഡം നിന്നെ റെക്കമെൻഡ് ചെയ്യണം. ഇതിപ്പോ ചെകുത്താനും കടലിനും നടുക്കുവിട്ട പോലെ ആയല്ലോ. അത് ശരിയാ. പക്ഷെ ഈ ചെകുത്താനും കടലിനും നടുക്കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങിയ നിനക്ക് അക്കരെ കിടക്കാം. അവിടാണ് മോനെ നിന്റെ മിടുക്ക്. How about a drink for you guys? Oh, No, yes. sir. നോ സർ, താങ്ക് യു. കയ്യില് വന്ന് കയറിയ സ്കോച്ച് തട്ടിക്കളഞ്ഞ ദുഷ്ട, നിന്നോട് ദൈവം പോലും പൊറുക്കുകയല്ലടാ. അപ്പോ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മനു ഈ നാടകത്തിന് സമ്മതിച്ചത്. അതെ സാർ. സാർ എന്നെ സഹായിക്കാമെന്ന് ഉറപ്പ് തന്ന ഞാൻ ഈ നാടകത്തിൽ നിന്ന് പിന്മാറാം. എന്ത് സഹായം? അത് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ മാഡം എന്നെ പുറത്താക്കും. അപ്പൊ സാർ എന്നെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണം. അത് ബുദ്ധിമുട്ടാ. ഒന്നാമതായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയ ആളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്നത് ഡയറക്ടർ ബോർഡ് എന്റർടൈൻ ചെയ്യില്ല. പിന്നെ മനു ഇപ്പൊ പിന്മാറിയാൽ ആ സ്ഥാനത്ത് പ്രിയ മറ്റൊരാളെ കണ്ടെത്തും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ, സഹായിക്കാമെന്ന രീതിയിൽ മുന്നോട്ട് പോവുക. പക്ഷേ കല്യാണം നടക്കരുത്. എന്തെങ്കിലും രീതിയിൽ അത് തള്ളിക്കൊണ്ടു പോവുക. അത് നടക്കില്ല സാർ. മാഡം കാര്യങ്ങൾ അതിവേഗം നീക്കുക. നാളെ തന്നെ എന്നെയും കൂട്ടി FRRO ഓഫീസിൽ പോവാൻ പോവാ. FRRO ഓഫീസോ? എന്താ? FRRO, ഫോറിൻ രജിസ്ട്രേഷൻ റീജിയണൽ ഓഫീസ്. സോ ഷീസ് ആക്ടിങ് ഫാസ്റ്റ്. സാറേ, ആ പിശാശ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തടയിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ കട്ടയം പടം മുടക്കും. മനുവിനെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാം. 1 വർഷത്തിന് ശേഷം കമ്പനി ഡെപ്യൂട്ടേഷനിൽ ഐ ക്യാൻ സെൻഡ് യു ടു യൂറോപ്പ്. കേട്ടില്ലേ, എന്നെ യൂറോപ്പിലേക്ക് വിടാന്ന്? കേട്ട്. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? നിന്നെ ഏതെങ്കിലും യൂറോപ്പിലോട്ട് ഉണ്ടാക്കുന്നതിന് ഞാൻ. പക്ഷെ അതിന് മനു 2 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. സാർ, 1, ഈ കല്യാണ രജിസ്ട്രേഷൻ മാക്സിമം ഡിലേ ചെയ്യിക്കണം. 2, കുറച്ച് നാളത്തേക്ക് പ്രിയയെ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തണം. എന്താ ഇപ്പൊ വലിയ സന്തോഷം? ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. I know this is not an easy task for you. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സാവകാശം വേണം. അതിന് മനു എനിക്കിത് ചെയ്തു തന്നേ മതിയാവും. നിങ്ങൾ നാളെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഓഫീസറുടെ പേരറിയാമോ? ഒരു മലയാളിയാ, ടോം ജോർജ്, അങ്ങനെ എന്താ പേര്? जी, हमें टॉम जॉर्ज से मिलना है. एक अपॉइंटमेंट है. साहब अभी आएंगे, आप बैठो. ओके, थैंक्स. धन्यवाद, शुक्रिया. It's 9:40. Punctuality la the Indians. ഇന്ത്യയിൽ പൊതുവെ 10 മണിയാണ് ഓഫീസ് ടൈം. അല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫീസിലെ ടൈമാണ് ഞാൻ ഉദ്ദേശിച്ചത്. Listen, അകത്ത് കയറുമ്പോൾ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം. വെറുതെ വായ തുറന്ന് മണ്ടത്തരം പറയണ്ട. യൂസ്ലെസ്. FRRO ഫ്രോഗ്. Bloody cultureless moron. Yeah, we're just coming for the film festival, but it'd be great if we could get your help to get our visa extended. Let me see what I can do. Yeah, Okay. thanks for everything. Thank you very much. Have a nice meeting you. Bye. Okay, bye.
You came to see me? Sir, Mr. Tom George? Yeah. We have an appointment. Oh, please come. Okay. Tell me, what can I do for you? Sir, I'm Priya S. Nair and he's Manu Verma. ഹലോ. മലയാളികളാണല്ലേ? Ade, sir. We are both working in Quadra Infotech. പ്രിയ എസ് നായർ, കോട്ര ഇൻഫോടെക്. ഈ രണ്ട് പേരുകളും വളരെ ഫെമിലിയർ ആണല്ലോ. Sir, I'm an Australian citizen. ഞാൻ എൻ്റെ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. But you rejected it. Not by me, by the government. But why, sir? ഈയിടെ മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ശേഷം ഗവൺമെന്റ് ചില നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിസ എക്സ്റ്റൻഷനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു പെർമനന്റ് റെസ്ട്രിക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഈ സമയത്ത് വിസ എക്സ്പയർ ആകുന്നവർ മദർ കൺട്രിയിലേക്ക് പോയിട്ട് തിരിച്ച് റീഅപ്ലൈ ചെയ്യണം. ഈ നിയമത്തിന് അയവ് വരുമ്പോൾ യു ക്യാൻ കം ബാക്ക്. ഇതിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഐ എം സോറി. But sir, my situation is different. Actually, we are getting married. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ I think I'm eligible for a visa extension, right? One second. So, CMO marrying an assistant. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായി നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റന്റും ഫേക്ക് മാരേജ് പ്ലാൻ ചെയ്യുന്നു. ഞാൻ CMO, മനു എന്റെ അസിസ്റ്റന്റും ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങളുടെ കല്യാണം ഫേക്ക് ആണെന്നുള്ളത് that's a lie, sir. എനിക്കിത് അയച്ചിരിക്കുന്നത് ഫ്രം യുവർ ഓൺ കമ്പനി, വൺ മിസ്റ്റർ മാത്യു അബ്രഹാം. Sir, this is a clear case of professional jealousy. അയാൾ ആഗ്രഹിക്കുന്ന CEO പോസ്റ്റ് അടുത്ത് തന്നെ എനിക്കാണ് ലഭിക്കാൻ പോകുന്നത്. I hope you can understand the situation. ഓക്കെ, ഈ ലെറ്ററിന്റെ കാര്യം തൽക്കാലം ഞാൻ കണക്കിലെടുക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടേത് ഒരു ജെനുവിൻ മാരേജ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. But why, sir? മിസ്റ്റർ മനുവിന്റെ ഇരിപ്പ് തന്നെ കണ്ടില്ലേ? അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താ മനു ഒന്നും സംസാരിക്കാത്തത്? അല്ല മാഡം, സാർ എന്നോടൊന്നും സംസാരിച്ചില്ല. മാഡത്തിനോട് മുഴുവൻ സംസാരിച്ചത് അതുകൊണ്ടാ. അപ്പോ മിസ്റ്റർ മനു സ്വന്തം കാമുകയെ മാഡം എന്നാണ് വിളിക്കുന്നത്? അല്ല സാർ, അത് പിന്നെ ഞങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ മാഡം എന്നാ വിളിക്കാം. കാരണം ഞങ്ങളുടെ ഈ ബന്ധം വളരെ രഹസ്യമായിട്ട് പോകുന്നൊരു സെറ്റപ്പാണ്. പിന്നെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പ്രിയെ ചക്കരെ പുത്ത് കരള് എന്നാണോ പ്രിയ? മനു അങ്ങനെ ശീലിച്ചു പോയി. സ്നേഹം വരുമ്പോൾ ഞാൻ അതിൽ പിശുക്കാണെങ്കില്. പക്ഷേ ഇത്രയും തീവ്ര പ്രണയത്തിലുള്ള നിങ്ങളുടെ പ്രവൃത്തികളും സംസാരവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ രണ്ട് അപരിചിതരെ പോലെ അകന്നു മാറിയായിരുന്നു നിങ്ങളുടെ ഇരിപ്പ്. അതുകൊണ്ട് പറഞ്ഞതാ. എന്താണിത് സാർ, ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന പോലെ. ഞാനും പ്രിയയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ്. സാർ ഇങ്ങനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ കളങ്കപ്പെടുത്തരുത്, അല്ലേ പ്രിയ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ മിസ് പ്രിയയെ ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കും. പക്ഷേ മനു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ചീറ്റിങ്ങിനും ഫ്രോഡിനും ശിക്ഷിക്കപ്പെടും. You will go to jail. Sir, you're threatening my fiancé? No. I am not threatening. I am telling the facts. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ രണ്ട് വീടുകളിലും ഞങ്ങളുടെ അന്വേഷണം ഉണ്ടാവും. അവരുടെ അറിവോടെയാണോ ഇത് നടക്കുന്നതെന്നറിയാം. എക്സ്ക്യൂസ് മീ സാർ, സാറിന് സത്യത്തിൽ എന്താണ് അറിയേണ്ടത്? ദി ട്രൂത്ത്. ഐ തിങ്ക് യു ആർ റെഡി ഫോർ ഇറ്റ് നൗ. യെസ് സാർ. ഞങ്ങളുടെ ഈ പ്രണയവും വിവാഹവും ഒക്കെ സത്യമാണ് സാർ. ഞങ്ങള് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. വിവാഹശേഷം എന്റെ ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതൊരിക്കലും ഞങ്ങളുടെ ഭാവിക്ക് ഗുണം ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ട്. കോട്ര ഇൻഫോടെക്കിലെ ഒരു C ലെവൽ എംപ്ലോയി ആയി എന്നെ ഒരു B ലെവൽ എംപ്ലോയി ആയിട്ട് പ്രിയനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ പ്രിയ? ഒരു B ലെവൽ എംപ്ലോയി ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രിയയുടെ അസിസ്റ്റന്റ് ജോലി വിട്ട് മറ്റൊരു ഉയർന്ന ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ജോലിയുടെ അന്തരം കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം. പ്രിയയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടുകാർ അല്പം യാഥാസ്ഥിതരായതുകൊണ്ട് അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത്
അവരുടെ സമ്മതത്തോടെ നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലേ പ്രിയ? യെസ് ഓഫ് കോഴ്സ്. അതിനുവേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക, അല്ലേ പ്രിയ? ഓ, is it? Yeah, sure, we're going. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയാം. അതാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. This is quite a convincing story. But still, I am not convinced. സാറ് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ സാറിന്റെ ഇഷ്ടം. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിങ്ങളുടെ ജെനുവിൻ മാരേജ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. ജസ്റ്റ് ഗോ അഹെഡ്. ഓൾ ദി ബെസ്റ്റ്. ദേ ഒന്ന് നിന്നേ. അതെ, അവിടെ ഇരുന്നോണ്ട് എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ബി ലെവൽ എംപ്ലോയിയാ ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോയെന്ന്. ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു അവസരം കിട്ടിയപ്പോ മുതലെടുക്കാൻ നോക്കുവാ അല്ലേ? പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നിട്ട് നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, ഞാൻ അവിടെ പൂച്ചപ്പലെ പതുങ്ങിയിരുന്നെങ്കിൽ മാഡത്തിന്റെ പദ്ധതി മുഴുവൻ പൊളിഞ്ഞേനെ. വൃത്തികെട്ടതും ദയനീയവുമായ മാഡത്തിന്റെ പെർഫോമൻസിൽ എല്ലാം തകരുമെന്ന് മനസ്സിലായപ്പോ ഞാൻ കയറി ഇടപെട്ടു. അതുകൊണ്ടെന്താ, എന്റെ ഗംഭീരവും തന്മയത്വത്തോടുകൂടിയുള്ള അവതരണത്തിൽ ഞാൻ സംഭവങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു. അതിന് നന്ദി പറയേണ്ടതിന് പകരം എന്നെ ഇങ്ങോട്ട് അധിക്ഷേപിക്കുക. നിന്റെ പെർഫോമൻസ് ഗംഭീരായിരുന്നു, സമ്മതിച്ചു. പക്ഷേ നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ച്? അത് നീ അവസരം നോക്കി മുതലാക്കിയതല്ലേ? ഓ പിന്നെ, അവസരം കിട്ടുമ്പോഴൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിനല്ലേ കയറി പിടിക്കണം. അയാള് പറഞ്ഞ് കേട്ടില്ലേ, പുറത്തിരുന്നപ്പോ അപരിചിതരെ പോലെ തോന്നിയെന്ന്. മാഡത്തിന്റെ അതുപോലുള്ള പ്രവൃത്തിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട അയാളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ അല്ല, ഇടയ്ക്ക് ഞാൻ കൈമാറ്റാൻ ശ്രമം നടത്തിയപ്പോ മാഡം എന്താ സമ്മതിക്കാതിരുന്നത്? മാഡം തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതും സമ്മതിച്ചു. പക്ഷേ ഈ ബി ലെവൽ റെക്കമെൻഡേഷൻ എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതായത് മാഡത്തിന് ഞാൻ സഹായിക്കുമ്പോ മാഡം എന്നെ തിരിച്ചു സഹായിക്കണം. ആ, നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നതാണ് ഞാൻ നിന്നോട് ചെയ്യുന്ന സഹായം, മനസ്സിലായോ? അതല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? നാളെ ഈ നാടകം പൊളിഞ്ഞാൽ മാഡം പൊടിയും തട്ടി മാഡത്തിന്റെ രാജ്യത്തേക്ക് പോകും. പിന്നെ ഞാൻ ഇവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സോ വാട്ട്? സോ വാട്ടാ? റിസ്ക് കുറച്ച് കൂടുമ്പോഴേ എന്റെ ഡിമാൻഡും കൂടും. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെയാണ്. ഓക്കേ, then I don't want your help. എങ്ങനെ? എനിക്ക് നിന്റെ സഹായം വേണ്ടാന്ന്. ഉറപ്പാണോ? ആ, ഉറപ്പാ. ഓക്കേ, വേണ്ട. പിന്നെ ആ ക്വാഡ്രന്റ് ഫുഡിലെ ജോലി അങ്ങ് മറന്നേക്ക്. ഞാനത് എപ്പോഴേ വിട്ട്. എന്നാ പിന്നെ ഞാൻ ഇന്ത്യയിലെ എല്ലാ IT കമ്പനീസിലേക്കും ഇമെയിൽ അയക്കും, നിന്റെ പ്രൊഫൈലും വെച്ച്. That you're inefficient, you're dishonest and you're absolutely hopeless. ഹലോ, ഞാനേ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച ഒന്നാം തരം കർഷകനാ. എന്റെ കയ്യിലെ തഴമ്പ് കണ്ട എവിടെ? ഇപ്പൊ തഴമ്പില്ലായിരിക്കും, പക്ഷെ നാട്ടിൽ പോയി കൃഷി ചെയ്താ നല്ല തഴമ്പ് വരും. എനിക്കത് തന്നെയാ നല്ലത്. മാഡത്തിന്റെ മനസ്സിലിപ്പ് എന്താന്ന് മനസ്സിലായി? ഈ നാടകത്തില് എനിക്ക് പകരം വേറെ ആളെ കൊണ്ടുവരാന്നേ അങ്ങനെയുള്ള ചിന്തയുണ്ടാവും. പക്ഷെ ഇനി അതൊന്നും സാധിക്കാൻ പോലില്ല. കാരണം ഇനി മറ്റൊരാളെ കൊണ്ട് ആ ഓഫീസറുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലേ എല്ലാം കുഴപ്പമാവും. സോ യു വിൽ കം ടു മീ. ഞാൻ ആ പാടത്തുണ്ടാവും. ഈ പാവത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക പ്ലീസ്. Hey, what happened? Nothing. നീ മനുവിനെ വിളിച്ചല്ലേ? മനുവിനെ വിളിക്കേണ്ടി വന്നതാണോ നിന്റെ പ്രശ്നം? മനുവിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നു എന്നുള്ളൊരു ഫീലിംഗ്. That's what's disturbing me so much. After all, he's my assistant. നീ എന്നോട് വഴക്കടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ അയാൾ ചോദിച്ചാൽ എന്താ തെറ്റ്? ഒരു ബി ലെവൽ എംപ്ലോയി ആകാനുള്ള കഴിവ് മനുവിനില്ലേ? To be frank, yes. പക്ഷെ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ഞാനായിട്ട് കൊടുക്കാനിരിക്കായിരുന്നു. പിന്നെന്താ പ്രശ്നം? ജ്യോതി, ഞാനായിട്ട് കൊടുക്കുന്നതും എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ there's a lot of difference. മനസ്സിലായി. നീയായിട്ട് കൊടുക്കുമ്പോ കിട്ടേണ്ട നന്ദിയുടെയും ബഹുമാനത്തിന്റെയും സ്ഥാനത്ത് അവന്റെ മിടുക്കൊണ്ട് നേടിയെടുത്തിന്റെ അഹങ്കാരം കാണേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. Yeah, something like that. നീ ഈ സില്ലി കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നു. പക്ഷെ എന്റെ ടെൻഷൻ മുഴുവൻ നീ അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. Don't worry, ജ്യോതി. ഞാൻ എന്നും തനിച്ചല്ലായിരുന്നോ? ഞാൻ ഇതുവരെ ഫേസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും കമ്പയർ ചെയ്യുമ്പം
This is actually nothing. നാളെ എപ്പോഴാണ് വരുന്നേ? നാളെ രാവിലെ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ചാടി കഴിഞ്ഞിട്ട് ബഹുമാനിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ ആണുങ്ങളാണ്, നമ്മുടെ ഒരു പിടുത്തം വേണം. ഗുഡ് മോർണിംഗ്. Okay. I've accepted your demand. മനുവിനെ ഒരു ബി ലെവൽ എംപ്ലോയി ആക്കാനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ നാളെ തന്നെ അയക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി വേണം, എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി. ഓക്കെ? അതാണ് അതിന്റെ ശരി. പിന്നീട് രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ. സാക്ഷികളായിട്ട് ഞാനും ജ്യോതി ചേച്ചി. ചേച്ചിയോ? അല്ല, അനിയത്തി മാഡം. ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തടസ്സമൊന്നും ഇല്ലല്ലോ? സോറി, ഈ ബി ലെവൽ എംപ്ലോയി ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടിയിട്ട് എനിക്ക് വിവാഹം രജിസ്റ്റർ സാധിക്കുള്ളൂ. പക്ഷേ അതിനൊരു മാസം സമയമെടുക്കും. ആയിക്കോട്ടെ, മാഡത്തിന് 45 ദിവസം സമയമുണ്ടല്ലോ. മാത്രമല്ല, എനിക്ക് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണം. അതിന് മനു തന്നെ പോയാ പോരെ? പ്രിയ എന്തിനു വരണം? നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടേത്. അവരൊക്കെ പഴയ ആൾക്കാരാ. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് കല്യാണമൊന്നും ദഹിക്കില്ല. അതിനിപ്പോ ഞാനും കൂടെ വന്നാ അവർക്ക് ദഹിക്കുവോ? അതിന് അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ മാഡത്തിനോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ ഭാര്യയായിട്ട്. കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാ ചിലപ്പോ അവർ വീട്ടിൽ പോലും കേട്ടില്ല. മറിച്ച് കെട്ടിയെന്ന് പറഞ്ഞാ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അത് കറക്റ്റ്. ബാക്കിയെല്ലാം മാഡത്തിന്റെ കയ്യിലാ. എന്റെ അമ്മയും മുത്തശ്ശിയും പാവങ്ങളാ. അല്പം സ്നേഹത്തോടെ പെരുമാറിയ അവരെ കയ്യിലെടുക്കാം. അവര് പറഞ്ഞ അച്ഛൻ എതിർക്കില്ല. പിന്നെന്ത് എൻക്വയറി വന്നാലും നമ്മൾ സേഫാണ്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവർക്കൊക്കെ പ്രിയ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ അവര് ഡിവോഴ്സിന് സമ്മതിക്കോ? എന്റെയും മാഡത്തിന്റെയും കാര്യം കഴിഞ്ഞാ പിറ്റേ ദിവസം ഡൈവോഴ്സ്. കുറച്ചുനാൾ അവരറിയാണ്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ അവരെ മയറ്റി പറഞ്ഞ ശരിയാക്കിക്കോളാം. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. മകന്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതച്ഛനമ്മമാരും ഡൈവോഴ്സിന് സമ്മതിക്കും, അല്ലേ മാഡം? എപ്പോഴാ പോണ്ടേ? എത്രയും വേഗം പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. ശരി, എന്നാ പിന്നെ നമ്മുടെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് കൊച്ചിയിലേക്ക് 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. നമ്മൾ ഫ്ലൈറ്റിനല്ല പോകുന്നത്, നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ഹലോ, ഞാൻ എങ്ങനെ പോകുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നോ, ഇനി അങ്ങോട്ട് കുറച്ചു ദിവസത്തേക്ക് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്താ മനു ഇത്? യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴക്ക് തുടങ്ങിയ ഇതൊന്നും ശരിയാവില്ല. ഈ സ്വഭാവമായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ എങ്ങനെ എന്റെ അമ്മയ്ക്ക് മാഡത്തിന് ഇഷ്ടാവുക? ഈ നിമിഷം മുതൽ മാഡം എന്റെ ബോസല്ല, എന്റെ ഭാര്യയാണ്. അപ്പൊ ആ രീതിക്കുള്ള അനുസരണ ബഹുമാനം എന്നോട് കാണിക്കണം. ആദ്യമായിട്ടാണ് എന്റെ വീട്ടുകാർ മാഡത്തിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മാഡം ഒരു സാരി ഉടുത്തിട്ടായിരിക്കണം അവരുടെ മുമ്പിൽ ചെല്ലേണ്ടത്. സാരി? എന്റെ കയ്യില് സാരി ഒന്നുമില്ല. ഞാൻ ഇന്നേ വരെ സാരി ഉടുത്തിട്ടുമില്ല. അതിനെന്താ, ഇന്നൊരെണ്ണം വാങ്ങണം. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോവാൻ. നമുക്ക് ചുറ്റും നുണകളുടെ ഒരു വലിയ വേലി തീർത്തുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര. ആ വേലി വയ്യാവേലി ആവാതിരുന്നാ മതി. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നീ എന്തുദ്ദേശിച്ചിട്ട് ഈ പിശാചിനെ കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്? നിന്റെ കല്യാണക്കാരൻ നാട്ടിൽ അറിഞ്ഞാ പിന്നെ നിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യാനേ ഇഷ്ടം. പിന്നെ മാത്യു സാറ് പറഞ്ഞത് അണ്ണനും കേട്ടല്ലേ, മാഡത്തിനെ കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണമെന്ന്. ഇങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലെങ്കിൽ ആ പിശാച് എന്റെ കൂടെ വരുമോ? മാത്രല്ല, മാഡത്തിനെ ഭാര്യയാക്കി നാട്ടിൽ കൊണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ട്. മനസ്സിലായി. അതൊന്നും അല്ല. പിന്നെ നാട്ടിൽ എനിക്കിട്ട് സ്ഥിരം പണി തരുന്ന ഒരാളുണ്ട്. അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കാനാ. കൂട്ടത്തിൽ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയ അവളോട് പ്രതികാരവും. ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടാ ഇത് വല്ലതും നടക്കൂ? അണ്ണൻ കരുതുന്ന പോലെ ഞാനത്ര പാവമൊന്നുമല്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അല്ല, 5:30 അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇനി ആ പിശാചിന്റെ മനസ്സെങ്ങാനും മാറി കാണുമോ? കരുന്നാ കുറച്ചൊന്നും പറഞ്ഞേക്കല്ലേട്ടാ. അതെ, അവളോട് പ്രതികാരം ചെയ്യുമ്പോ എന്റെയും കൂടെ ചേർത്തം കൊടുത്തേക്കണം. അവസരം കിട്ടിയ ഒന്ന് പീഡിപ്പിച്ചു വിട്ടേരും. ആ ചട്ടത്തരം ഞാനും ചെയ്യില്ല. എനിക്ക് അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലാത്തവരല്ലേ? ടാക്സിയിൽ ഇത് ശരിയാവില്ല. സാരി ഉടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ജീൻസും ഒരുമാതിരി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇത്. അതെ, നിന്റെ വീട്ടുകാരെ എന്താ വിളിച്ചേ? നീന്ന ഒരു ഭാര്യ ഭർത്താവിന് ഇങ്ങനെയാണോ വിളിക്കുന്നേ?
അതെ, ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് കാണാൻ മനുവേട്ടന്റെ വീട്ടുകാരെ ട്രെയിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ വിളിച്ചേ? മനുവേട്ടൻ. എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. ഈ വിളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടാ? ഇതൊരംഗപ്പുറപ്പാടായിട്ടാ എനിക്ക് തോന്നുന്നത്. മാഡം, ആപ്കാ ലഗേജ്. അച്ഛാ യാർ. ഇവളവിടെ പെട്ടിയെടുക്കാനുള്ള പരിപാടിയാ? എന്താണത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്തരം പെട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ? അതിൽ മനു ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ കൂടി എന്നോട് ചുമക്കാൻ പറഞ്ഞേക്കരുത്. ഇല്ല, എന്റെ പെട്ടികൾ എടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആരുടെയോ ഹെൽപ്പ് വേണ്ട. ഓ ആണോ? എന്നാ വരൂ, വരിക. ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാന്ന് കരുതിയാ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ആ കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞുവിടൂ. അവിടെ എന്ത് കണകുണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറേണ്ടല്ലോ. എല്ലാ പണിയും പാടും. അതെ, ട്രെയിൻ നല്ല വിളിച്ച് നീ പോയി കയറ്, വേഗം കയറ്. Cigarette smoking and alcohol consumption is injurious to health. ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ? ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിംഗ്. എനിക്കെന്തും കഴിക്കണം. കഴിക്കാൻ ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നേരസ്റ്റ്, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയിൽ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്ന്. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം, മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതർ ബണ്ണ? ബണ്ണൊന്നുമില്ല. ബണ്ണല്ല, മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ 2 ഗ്ലാസ് കൊടുത്തേ. കടിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലയും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. Show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. എന്താ കുഴപ്പം? ഒരു സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? നഖം ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. ആരും കഴിക്കാറില്ല. ഇതാ കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസ് ആണത്രേ, ബോസ്. ചേച്ചി ഒന്നും കൂടെ വരൂ. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു കൊടുക്കും. സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. തലക്കിടിച്ച് കൊല്ലോ. ഭൂമി കാലൂത്ത്. എത്രയാ? 150. 150? അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്കുക? എന്താണോ? അല്ല, അതെ എന്റെ ചേട്ടാ, വേറെ 2.5 കിലോമീറ്ററിന് 150 രൂപ. അതന്നെ ഞാനാ ഈ തല്ലിപ്പൊളി വഴികൂടെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ താൻ നന്നാക്കി തരുമോ? ഇല്ല, ആ പണി എനിക്കറിയില്ല. അപ്പൊ ചിലക്കാതെ മര്യാദക്ക് 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സോർബർ ലെവലായി. അതിന് ഞാൻ ചെയ്യാനാ? ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റാ? അതെ, ഞങ്ങള് ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്.
മറ്റവന്മാര് ഭരിക്കുന്ന റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ. ഒളിച്ചെടുക്കണം. നിങ്ങൾ എന്നെ വേണ്ടുമ്പോഴേ കാണിക്കുന്നതിന്റെ ഓട്ടോറിക്ഷ വെട്ടി മറിച്ചിടാൻ നോക്കുക. പെണ്ണുമ്പിള്ളയോ വീട്ടിൽ പോയി പറയണോ? എന്താ പറഞ്ഞ ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഞാൻ മനു വർമ്മ. തനിക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാതെ ഒന്ന് സഹായിച്ചൂടെ? അത് ശരി, ആജ്ഞാപിക്കുന്ന. ചേട്ടാ വിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ കൊയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് കൊയ്യുന്നതിൽ കാണിച്ചിരുന്ന കുട്ടനാട് എന്ന് രക്ഷപ്പെട്ടേനെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. വിതക്കില്ല, കൊയ്യാൻ നടക്ക. അയ്യോ വാ. വേണ്ടെങ്കിൽ വേണ്ട. ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലേട്ടല്ലോ. അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടിയതാ. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. 2 കിലോമീറ്റർ പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒരു ടാക്സി വിളിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടിയൊന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല, അത് വഴിയല്ല, ഇത് വഴിയാ. എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. Wow, it's really beautiful. ഇതൊക്കെ എന്ത് ബ്യൂട്ടി. ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗ് പിടിച്ചോണ്ട് നിൽക്കാനുള്ള പ്ലാൻ. അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നോ 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 നോ, അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ. 2 കുട്ടികളൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് പട നയിക്കുന്ന വീരാളിയെ പോലെ ഇങ്ങനെ നടക്കണം. Come on, follow me. ഹേയ്, ഊടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. ഇതിനൊരു നാണല്ലേ? I can do it. I will do it. പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കായൽ വല്ലാണ്ട് വളർന്നു തോന്നുന്നു. ഓ മൈ ഗോഡ്, ഇതാണോ തന്റെ വീട്? യാ. സോ യു ആർ റിച്ച്? നോ, മൈ ഫാദർ ഈസ് റിച്ച്. ചെയ്യാറായി. മുത്തശ്ശനായി ഇനി കുറച്ച് നരയൊക്കെ ആവാം. കുശുമ്പ് കുശുമ്പ്. രാവിലെ എങ്ങോട്ടാ? ചമ്പക്കുളത്തെ കറിയാച്ചന്റെ അമ്മ മരിച്ചുപോയി. നീ ആ അശോകനോട് വണ്ടി എടുക്കാൻ പറ. അച്ഛാ, ഈ കണക്ക് ശരിയാവുന്നില്ല.
എന്റെ പ്ലാനിലല്ല ഇത് പണിത്, മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 300 വർഷം. അമ്മേ ഞാൻ വന്നു. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഏയ്, നിന്റെ തലമുടിക്ക് എന്ത് പറ്റി? പശു നക്കിയതുപോലെ. അമ്മേ ഇതെന്റെ ബോംബെ ഫാഷനാ. അമ്മേ ഇതാണ് എന്റെ പ്രിയ. അല്ല പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഊഹ്, ഇതിലാരാണ് പ്രിയ? പ്രിയേ, ഇതാണ് എന്റെ അമ്മ. മോനെ, പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതും പോയാ? ഈശ്വര, പാവാട മഞ്ഞാണല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. എന്ത് സാരിയാണിത്? ഇത്രയും ബാക്കിയുണ്ടാ? കട്ട് ചെയ്ത് കളഞ്ഞാലേത്? ഇതെന്താ പാഞ്ചാലി വസ്ത്രശേപു? സാരി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം. തനിക്കല്ലായിരുന്നു നിർബന്ധം എന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ. തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോട്ടെന്ന് കരുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം ഞൊറിഞ്ഞെടുത്തോ. What's ഞൊറി man? What is ഞൊറി man? ഞൊറി എന്നെ കൂടെ പറയിക്കണ്ട. കണ്ടോ, ഇങ്ങനെ എടുത്ത് 1 ഇഞ്ച് ലൈൻ അടിച്ചിട്ടാ. ലൈൻ അടിക്കുന്നത് എന്താ? പോസ്റ്റോ? പെങ്ങടെ മോനെ ഏത് നേരത്തുണ്ടായതാണോ? അളിയ മിലിറ്ററിയില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയതാ ഗുണം പിടിക്കാൻ. എവിടെ നന്നാവൊന്നുമില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആട്ടോ. പക്ഷേ ഹൈറ്റ് അല്പം കുഴപ്പമുണ്ടല്ലോ. എന്താടാ 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 മരത്തവളെ? ആരടാ ഹൈറ്റ് നീ പറഞ്ഞ? കേറിപ്പോടാ. അതോടാ ഹൈറ്റ് പിടിച്ച് ശരിയാക്കി തരാം. You bloody cheat! വണ്ടി അല്ലാതെ പിന്നെ ഇത് എന്താടോ? എന്നെ കൊണ്ട് നാട് മുഴുവൻ പെട്ടിയും ചോപ്പിച്ചിട്ട്. എന്റെ വീട്ടിൽ വണ്ടി വന്നു, എന്റെ വീട്ടിൽ വണ്ടി വന്നു. ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഞാൻ കോലൊടിച്ചിട്ടതാ. ഇനി അതിനൊരു മാറ്റവും ഇല്ല. അവൻ നമ്മുടെ ഒരേ ഒരു ആൺതരിയല്ലേ. അവൻ അറിവില്ലായ്മ കാണിച്ചാൽ തന്നെ നമ്മളല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ആണ്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞപ്പോഴൊക്കെ നീയും എന്റെ അമ്മയും എനിക്കെതിരായിരുന്നു. അമ്മമ്മേ, ഞാൻ ചെല്ലുമ്പോ പനയങ്കുളി ചേച്ചിയുടെ സാരി വിളിച്ചു വരുമായിരുന്നു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോവോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാൻ തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. വെച്ചോളൂ. ഇങ്ങനെ ഇട്ട ഗുജറാത്തി സ്റ്റൈൽ. അമ്മേ, പ്രിയ വരണ വഴിക്ക് വെള്ളത്തിൽ വീണ് ഉടുത്ത സാരിയൊക്കെ പോയി അല്ലേ? അമ്മേ, പ്രിയ ആദ്യമായിട്ട് ഈ കുട്ടനാട്ടില് അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ നടന്നു തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ പിന്നെ ഈ ബാഗ് മുഴുവൻ ചുമന്നുണ്ടല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നേ. അമ്മ, പ്രിയക്ക് ഡ്രസ് മാറാനെന്ന് അകത്തേക്ക് എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പാവം കുട്ടിയല്ലേ അമ്മ. ഇങ്ങനെ ഒരു അവസ്ഥയില് അമ്മയും ഒരു സ്ത്രീയല്ലേ, മനസ്സിലാവൂലോ അമ്മ. കേറിക്കോ, വഴി മാറിയിട്ടുണ്ട്. അകത്തേക്ക് കയറി പിന്നെ പുറത്തേക്ക് ഇറങ്ങല്ലേ. അമ്മയെ കൊണ്ടിട്ട് അമ്മാന്റെ റൂം അടിച്ചു കൊടുത്തേ. വരുന്നേ. ഞാൻ അമ്മയ്ക്ക് എന്തോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ അമ്മായിന്ന് വിളിക്കണോ അതോ ചേച്ചിന്ന് വിളിക്കണോ? ചേച്ചിന്ന് വിളിച്ചാ മതി. അല്ലേലും ചേച്ചിയെ കണ്ടിട്ട് അമ്മായിന്നൊന്നും വിളിക്കാൻ തോന്നില്ല. എന്താ ഇയാളുടെ പേര്? രാഹുൽ. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. നിന്റെ അച്ഛനും അമ്മയും നീ ഓർത്തില്ല. പോട്ടെ, ഞാനത് സഹിച്ചു. പക്ഷേ മുത്തശ്ശിയെ ഓർത്തിരുന്നെങ്കിൽ നീ ഈ വൃത്തികേട് ചെയ്യില്ലായിരുന്നു. അമ്മ, കല്യാണം കഴിക്കണ ഒരു വൃത്തികേടാണോ? പിന്നെ കല്യാണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും മുത്തശ്ശിമാരെ ഓർക്കോ? നിനക്കൊരു നല്ല ജോലി കിട്ടാൻ ആ പാവം അമ്പലങ്ങളായ അമ്പലം മുഴുവൻ നേർച്ചയും കാഴ്ചയായി നടക്കുക. ലക്ഷ്മി, ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ.
ചമ്പക്കുളത്തുള്ള നമ്മുടെ കറിയാച്ചന്റെ അമ്മ മരിച്ചുപോയി. ഞാൻ അവിടെ വരെ ഇത് പോവാ. അതെന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? അല്ല ഞാൻ പോകുന്ന സമയത്താണ് ആ തേങ്ങയിടിയിലുകാരൻ വരുന്നതെങ്കിൽ തേങ്ങ വീടിന്റെ പുറകെ മുറ്റത്തിടാൻ പറഞ്ഞാൽ മതി. ഈ മാസം കായ്ഫലം കുറവാന്നാ തോന്നുന്നേ. കായ്ഫലം അല്പം കുറഞ്ഞാലും പേട്ട് തേങ്ങ ഉണ്ടാവില്ല. മണ്ണിനെ വിശ്വസിക്കാം, ചതിക്കില്ല. നമ്മുടെ മോനെ കണ്ടില്ലേ? അതെ, മനു. ഞാനാ. ആഹാ, നീ എപ്പോന്നു? കുറച്ചേരായി. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുംബൈയില് മഴയൊക്കെ ഉണ്ടോ? ഞാൻ ചെന്നതിന് ശേഷം പെയ്തിട്ടേ ഇല്ല. വെരി ഗുഡ്. കുരിപ്പ പോലും മുളക്കില്ലെന്ന് അറിയാം, എങ്കിലും വെറുതെ വിശേഷം ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, ഞാനൊരു കല്യാണം കഴിച്ചു. ഓഹോ, വെരി ഗുഡ്. കുട്ടികൾ എത്രയായി? നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നേ? അവൻ അങ്ങ് പോയിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇവനൊക്കെ അത് തന്നെ ധാരാളം. അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല, എന്നാലും നിക്കട്ടെ. ഈ കോലം മാറ്റിയേക്കാം, അല്ലെങ്കിൽ ശരിക്കും അങ്ങേരെന്നെ പാടത്തുണ്ടേ വെക്കും. മുത്തശ്ശി, മനുങ്ങള് വന്നിട്ടുണ്ട്. കൂടെ ഒരു ഭാര്യയുണ്ട്. ഭാര്യയോ? മനുങ്ങള് കല്യാണം കഴിച്ചു. എന്റെ ദേവി, ഞാൻ എന്താ ഈ കേക്കണത്? കൂടെയുള്ളത് ഭാര്യയാണെന്ന് അവൻ പറഞ്ഞു. പറയുകയും ചെയ്തു. ഇവിടെ ചേച്ചിയുടെ സാരി അടിച്ചു. ശിവ ശിവ, എന്താ ലക്ഷ്മി, ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യാണോ? എനിക്കൊന്നും അറിയില്ലമ്മേ. ഭാര്യയാണെന്ന് പറഞ്ഞ നമ്മുടെ മനു ഒരു പെണ്ണിനെയും കൂട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടരാണോ? ഒരു നായരുകുട്ടിയാ. നീ കണ്ടുവോ? കണ്ടു. കാണാൻ ഇങ്ങനെയുണ്ട്? കാണാനൊരു ചന്തമൊക്കെയുണ്ട്. എന്നാലും അവനിതെങ്ങനെ തോന്നി എന്റെ ഭഗവാനെ? മുത്തശ്ശി ഇപ്പഴും ജീവിച്ചിരിക്കണ്ട് കള്ളി. തന്നെ നീ എന്നോട് മിണ്ടണ്ട. നിന്റെ എല്ലാ തോന്നിയാസനും കൂട്ടുന്ന ഞങ്ങളോട് തന്നെ നീ ഇത് കാണിക്കണം. നിന്റെ അച്ഛൻ പറയുന്ന ശരി, നീ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. മുത്തശ്ശി, ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കല്യാണം കഴിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? 2 കൊല്ലം മുമ്പ് നിങ്ങൾ 2 ആളും കൂടി എന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കിയതല്ലേ? അതുപോലെയാണോടാ ഇത്? സ്വന്തം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ കല്യാണം കഴിച്ചത് ഏതച്ഛനും അമ്മയെ സഹിക്കുക? നീ എന്ത് പറഞ്ഞടാ ബോംബെക്ക് പോയത്? എഞ്ചിനീയറിംഗ് പാസ്സായ നിനക്ക് ജോലിക്ക് പോണം, വിദേശത്ത് പോണം. നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടേ ഇനി തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നിട്ടിപ്പോ നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ഏതാണ്ട് ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വന്നേക്കാന്ന്. സത്യം പറഞ്ഞ ഈ കല്യാണം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കണം എന്റെ കരിയറിനാണ്. ലക്ഷ്മി, ആ തേങ്ങ ഇട്ട് കഴിഞ്ഞോ? 4 മണിക്ക് മുമ്പേ തീർന്നു. ദാ കൂട്ടിയിട്ടിരിക്കുന്നു. കായ്ഫലം കുറവാ, കുറെ പേടും ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണും ചതിക്കും. വന്നതിനി തുടങ്ങാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കല്യാണം കൊണ്ട് ഏറ്റവും അധികം ഗുണം എന്റെ ജോലിക്കാ. ചിലരൊക്കെ കാരണം എന്റെ 7-8 വർഷമാണ് നഷ്ടമായത്. അതുകൊണ്ട് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കല്യാണം വഴി 3-4 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രമോഷൻ ഞാൻ വെറും 3-4 മാസം കൊണ്ട് നേടിയെടുക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. നിങ്ങളുടെ മോനെ ഞാനുണ്ടല്ലോ പറഞ്ഞോണ്ട് മാത്രം വെറുതെ വിടുക. അപ്പൊ മുത്തശ്ശി, 1 മാസത്തിനുള്ളിൽ വെറും C ലെവൽ എംപ്ലോയി ആയ എനിക്ക് B ലെവൽ എംപ്ലോയി ആയിട്ട് പ്രൊമോഷൻ കിട്ടും. പിന്നെ 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ്. അത് കഴിഞ്ഞ അവരെന്നെ എങ്ങോട്ട് അയക്കുന്നതെന്നറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. Hi grandma. Mama. Let's have fun. I don't care my father's coconut and the talagari. എന്നൊക്കെ പറഞ്ഞൊരു വരുവാനിങ്ങോട്ട് വരും. എന്തിനാന്നോ? ഈ നരകത്തിന്ന് നിങ്ങളെ രക്ഷിക്കാൻ. നിങ്ങൾ 2 പേരെ ഞാൻ അമേരിക്കക്ക് കൊണ്ടുപോകും. അവിടെ സ്വർഗമല്ലേ, നമ്മൾ അവിടെ ഇങ്ങനെ സൂയിച്ച് ജീവിക്കും. വേഗം ഡോക്ടറെ കാണിക്കണമെന്നല്ല, മൂത്തശ്ശയാവും. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമാൻ. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അതേടാ, ഞങ്ങളൊക്കെ കൺട്രികളാ. അതുകൊണ്ട് തന്നെ നിന്റെ പരിഷ്കാരം രീതികൾ ഞങ്ങൾക്ക് ദഹിക്കാത്ത. നീയൊക്കെ കല്യാണം കഴിക്കുന്നത് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോവാനാ. ഞങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നതേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവാനാ, അല്ലാതെ ഇങ്ങനെ. എന്റെ അമ്മേ, ഞാനും കല്യാണം കഴിച്ചത് അതിനു വേണ്ടി തന്നെയാ. എടാ, നിനക്ക് ആ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? പിന്നെ അറിയാണ്ട്. നല്ല 1-ാം തരം നായർ തറവാട്ട് ജനിച്ച പെണ്ണാണ് പ്രിയ.
വിദ്യാസമ്പന്നരായ അച്ഛനും അമ്മയും. രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടും നമ്മുടെ കുടുംബവുമായി നല്ല ചേർച്ചയാ. വിദേശത്ത് വളർന്ന ഒരു കുട്ടിയും നാട്ടും പുറത്തുകാരനായ നീയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ പ്രിയ ജനിച്ചത് കേരളത്തിലാ. 10-12 വയസ്സ് വരെ പഠിച്ചത് ഇവിടെയാ. അതിനുശേഷമാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് പോയത്. പശുവല്ലേ കരയുന്നത്? അമ്മ ഇന്നുവരെ ഒരു പശുവിനെ കറന്നുണ്ടോ? മുത്തശ്ശി കറന്നുണ്ടോ? കറക്കാൻ അറിയൂ. പക്ഷെ പ്രിയക്കറിയാം, കറന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ പശുക്കറവായിരുന്നു ജോലി. ഒരു തമാശക്കാരി കോമഡി തലത്തിലേക്ക് എന്റെ അമ്മയെ തനി മലയാളി കുട്ടിയായിട്ടാണ് പ്രിയ അവരുടെ പാരന്റ്സ് വളർത്തിയിട്ടുള്ളത്. നിങ്ങളൊക്കെ വിദേശീയര് മക്കളെ വളർത്തണ പഠിക്കണം. സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവും. അല്ലാത്ത സമയത്ത് അവർ ഫ്രണ്ട്സിനെ പോലെയാ. അല്ലാതെ ഇവിടെ ചിലരെ പോലെ മുഖം വീർപ്പിച്ച് മസിലും പേരിപ്പിച്ച് ആ കല്യാണത്തിന് പോടാ, ഈ മരിച്ചടക്കിന് പോടാ, അവിടെ ഇരിക്കടാ, ഇവിടെ ഇരിക്കടാ, തലയും കുത്തിക്കടാ എന്നൊന്നും പറയില്ല. മക്കൾക്ക് ഫ്രീഡം ഉണ്ട്, ഫ്രീഡം. നിനക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലല്ലേ? അതുകൊണ്ടാണല്ലോ എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടും ആ മനുഷ്യൻ നിന്നെ ഇറക്കി വിടാത്തെ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട 8 വർഷം. മിണ്ടരുത്. ആ കണക്ക് ഇനി ഇവിടെ പറയരുത്. അത് കഴിഞ്ഞു. കണ്ട ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒന്നും മിണ്ടാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലില്ല. നീ തന്നെ അത് പറയണം മോനെ. നീ വിളിച്ചുകൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ആര് സ്വീകരിച്ചില്ലെങ്കിലും നിന്റെ അമ്മ സ്വീകരിക്കും. അത്രയ്ക്ക് പാവാ അവള്. പക്ഷെ എന്നും നിനക്ക് വേണ്ടി വാദിച്ച അവളെ നീ തോൽപ്പിച്ച് കളഞ്ഞല്ലോടാ. മുത്തശ്ശി, അത് ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് നടന്ന് നീ മറന്നിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാവും. ഇതിങ്ങനെ വെച്ചാ അമ്മയ്ക്ക് കണ്ണെരിയില്ല. എന്നെ പണ്ട് പറ്റിച്ച ഓർമ്മയുണ്ടോ? അല്ലേ അമ്മേ, മുത്തശ്ശി? എനിക്ക് ജോലി കിട്ടി. അതും ഇന്ത്യയിലെ ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയായ കോട്ര ഇൻഫോടെക്. ഈ വരുന്ന 22-ാം തീയതി മുംബൈയിൽ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലോ? നിന്റെ അച്ഛന് അറിഞ്ഞോ? ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ആരെതിർത്താലും ഈ 22-ാം തീയതി ഞാൻ പോവും. നീ എവിടെയൊക്കെ 22-ാം തീയതി പോന്നെ? അന്നാ വടക്കേക്കളത്തിലെ തോമച്ചന്റെ മകളുടെ കല്യാണമുണ്ട്. എനിക്ക് പകരം നീ ഒന്ന് പോണം. അച്ഛനെ വിളിച്ച കല്യാണത്തിന് ഞാൻ എന്തിനു പോണം? എനിക്കന്ന് വേറെ 2 പരിപാടികളുണ്ട്. കോട്ടയത്തൊരു കല്യാണവും ചങ്ങനാശ്ശേരിയിലെ കരയോഗത്തിന്റെ മീറ്റിംഗും ഉണ്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ? ഞാൻ ഇവിടെ ഇല്ല. അവന് മുംബൈക്ക് പോണെന്ന്. എന്തിന്? എനിക്കൊരു പണി കിട്ടി. നിനക്കല്ല, നീ ജനിച്ചപ്പോ മുതൽ എനിക്കാ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അതല്ല, ബോംബെയിൽ എനിക്കൊരു ജോലി കിട്ടിയെന്ന്. നമ്മൾ തമ്മിൽ ഈ വിഷയത്തെ കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുള്ളതാ. ഇവിടുത്തെ കൃഷിയും ബിസിനസ്സും ഒക്കെ നോക്കി നടത്തിയ എനിക്ക് അതിലൊന്നും താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു. ഈ കൃഷിയും ബിസിനസ് ഒക്കെ നോക്കി നടത്താനാണ് പിന്നെ ഞാൻ ഇതിനെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച്. അത് നിനക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ വിട്ടു. എഞ്ചിനീയറിംഗ് പഠിച്ച എത്രയോ പേര് കൃഷിയും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു. സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്നാ എന്റെ ആഗ്രഹം. നല്ല കാര്യം. നീ ബിസിനസ്സും കൃഷിയൊക്കെ നോക്കി നടത്തിയിട്ട് നല്ലൊരു തുക ശമ്പളമായിട്ട് എഴുതിയെടുത്തോ. ഇവിടുത്തെ ശമ്പളത്തിന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ തികയില്ല. നീ സിഗരറ്റ് വലിയ തുടങ്ങിയോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അവന് ജോലിയോടെ താല്പര്യമെങ്കിൽ പിന്നെ എന്തിനാ ഈ കടുംപിടുത്തം? ഞാൻ പറഞ്ഞതൊരു ജോലിയല്ലേ ലക്ഷ്മി. നിനക്ക് ഇതുവരെയായിട്ട് ഇവന് മനസ്സിലായില്ല. ജോലി അല്ല ഇവന്റെ പ്രശ്നം. ഇവന് വിദേശത്ത് പോണം. അവിടെ എന്തോ സ്വർഗമാണെന്ന് അവന്റെ വിചാരം. അതിനൊരു മാർഗം മാത്രമാണ് ഈ ജോലി. അതെ, എനിക്ക് പുറത്ത് പോണെന്ന് തന്നെയാണ് ആഗ്രഹം. ഇങ്ങനെയാണെങ്കിൽ നീ പുറത്ത് പോവും ഈ വീട്ടിൽ നിന്ന്. എടാ, അധ്വാനിക്കാൻ മനസ്സുള്ളവൻ എവിടെയായാലും അധ്വാനിക്കും. എന്തായാലും ഈ പണിക്ക് അല്ല ജോലിക്ക് ഞാൻ പോവും. എടാ, അവനത് ഇഷ്ടാണെങ്കിൽ അവനൊന്ന് പോയി നോക്കട്ടെ. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവന്റെ തോന്നിയാസത്തിന് വിട്ടുകൊടുത്താ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഇത്തവണ ഒന്ന് അനുവദിച്ചൂടെ? എനിക്ക് ഉറപ്പുണ്ട് ഇവൻ നന്നായി വരും. എനിക്ക് പ്രതീക്ഷയില്ല. ഇവന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ശരി, അപ്പോ ഇന്നു മുതൽ ഇവന്റെ കാര്യങ്ങൾ നീ തീരുമാനിച്ചോണം. ഞാൻ ഇനി ഇവന്റെ കാര്യത്തിൽ ഇടപെടില്ല. പക്ഷെ നീ നോക്കിക്കോ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഇവൻ തിരിച്ചു വരും. അപ്പൊ കരഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ഇല്ലമ്മേ, അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ഈ അച്ഛന്റെ മോൻ തന്നെ ഞാനും. എനിക്കുണ്ട് വാശിയും അഭിമാനമൊക്കെ. ഒരു നല്ല നിലയിലായിട്ടേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഉടനെ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് ഞാൻ ആഗ്രഹിച്ചല്ല. ഓ ഗ്രേറ്റ്, ദീസ് വർ യുവർ ബ്രില്യന്റ് ഐഡിയാസ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലോ. അങ്ങോട്ടൊന്നും പറഞ്ഞതല്ല, ഞാൻ സ്വയം പറഞ്ഞു പോയതാ. എന്തായാലും നനഞ്ഞു കുളിച്ചു കയറാം. താനിനിയും കുളിക്കാൻ പോവാ? മനുങ്ങളിലും ചേച്ചിനെ വിളിക്കുന്നില്ലേ?
വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ? ആ കുട്ടി എന്ത് പഴിച്ചു? മോൻ പോയി അവരെ വിളിച്ചോണ്ട് വാ. അതെ, ആ കുട്ടിയോട് ഞാനൊന്നും സംസാരിക്കില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വരരുത്. കുട്ടി ഇരുന്നോളൂ. താങ്ക് യു. മുത്തശ്ശി, ഇത് പ്രിയ. അച്ഛ, ഇതാണ് പ്രിയ. പ്രിയ, ഇതാണ് അച്ഛൻ. മനുവിന്റെ അച്ഛൻ? അതെ, കണ്ടാ തോന്നൂലേ? ഇല്ല. He's so young looking. എൽഡർ ബ്രദർ ആണെന്നേ പറയുള്ളൂ. പക്ഷേ നല്ല പ്രായമുണ്ട്. ഫുൾ ഡൈയ. ഇവന്റെ അബൂബന്. കുട്ടിയുടെ പേരൻസ് ഒക്കെ എവിടെയാ? അവരൊക്കെ ഓസ്ട്രേലിയയിലാ. മനോങ്ങള് ചാടി വീണത്. കുട്ടിയുടെ പേരൻസ് ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. കുട്ടി കഴിക്കുന്നില്ലേ? ആക്ച്വലി എനിക്കൊരു സ്പൂൺ വേണമായിരുന്നു. ആ അച്ചാറിലുള്ള സ്പൂൺ എടുത്തോളൂ. ഓ ഓക്കെ, താങ്ക് യു.